നമസ്കാരം, പി എസ് സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2025 ചോദിച്ച IT ആൻഡ് സൈബർ ലായുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് CP ഉള്ള സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കേണ്ട മേഖലയാണ് IT ആൻഡ് സൈബർ ലാ. അപ്പോൾ 2025 കേരള PSC ചോദിച്ചിട്ടുള്ള IT ആൻഡ് സൈബർ ലാ മേഖലയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് സുഹൃത്തുക്കളെ, ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ ലൈക്കുകൾ നൽകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തുക്കൾ കൂടി ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. ഡാഷിന് ഉദാഹരണമാണ് ആന്റി വൈറസ് സോഫ്റ്റ്വെയർ. ഉത്തരം ഓപ്ഷൻ ബി. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണമാണ് ആന്റി വൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആന്റി വൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. എന്താ സുഹൃത്തുക്കളെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും അതിന്റെ പരിപാലനത്തിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്ന പേരാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ എന്ന്. എന്താ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് ചോദിച്ചാൽ, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തണം, അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ പരിപാലനം നടത്തണം, അല്ലെന്നുണ്ടെങ്കിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, അല്ലെങ്കിൽ പ്രോഗ്രാമിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ എന്ന് വിളിക്കാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകളുടെ ഉദാഹരണമാണ്. CPU ഉള്ള സുഹൃത്തുക്കൾ ഓർത്ത് പഠിച്ചോളണം. +2 ലെവൽ ടെക്സ്റ്റ് ബുക്കിനകത്ത് കിടക്കുന്നതാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർക്ക് ഉദാഹരണം. അതുകൊണ്ട് അത് ഓർത്ത് പഠിക്കേണ്ടതാണ്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർക്ക് ഉദാഹരണം നമുക്ക് നോക്കാം. ആന്റി വൈറസ് സോഫ്റ്റ്വെയറുകൾ ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളത് ആന്റി വൈറസ് സോഫ്റ്റ്വെയർ. ഏത് തരം സോഫ്റ്റ്വെയർ ഉദാഹരണം എന്ന് ചോദിച്ചാൽ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഉദാഹരണമാണ് ഡിസ്ക് ക്ലീനർ ടൂളുകൾ, സിസ്റ്റം ഒപ്റ്റിമൈസറുകൾ, ബാക്കപ്പ് ആൻഡ് റിക്കവറി ടൂളുകൾ, ഫയൽ കംപ്രഷൻ ടൂളുകൾ, അൺഇൻസ്റ്റാളറുകൾ, ഡിസ്ക് ഡീഫ്രാഗ്മെന്റുകൾ, ഫയൽ മാനേജർമാർ, ഈ സിസ്റ്റം മോണിറ്ററിംഗ് ടൂളുകൾ. ഇത്രയും യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകളുടെ ഉദാഹരണമാണ്. ശ്രദ്ധിച്ചോളണേ. ആന്റിവൈറസ് സോഫ്റ്റ്വെയർ, ഡിസ്ക് ക്ലീനപ്പ് ടൂളുകൾ, സിസ്റ്റം ഓപ്റ്റിമൈസറുകൾ, ബാക്കപ്പ് ആൻഡ് റിക്കവറി ടൂളുകൾ, ഫയൽ കംപ്രഷർ ടൂളുകൾ, അൺഇൻസ്റ്റാളറുകൾ, ഡിസ്ക് ഡീഫ്രാഗ്മെന്ററുകൾ, ഫയൽ മാനേജർമാർ, സിസ്റ്റം മോണിറ്ററിംഗ് ടൂളുകൾ. ഇവയെല്ലാം എന്തിനു ഉദാഹരണമാണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണമാണ്. രണ്ടാമത്തെ ചോദ്യം, HDMI പൂർണ്ണ രൂപം എന്താണ്? ശരിയായ ഉത്തരം എന്തായിരുന്നു? ഓപ്ഷൻ സി. ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് എന്നാണ് HDMI അറിയപ്പെടുന്നത്. HDMI പൂർണ്ണ രൂപം എന്താണ്? ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് എന്നാണ് HDMI പൂർണ്ണ രൂപം. ഇനി PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പൂർണ്ണ രൂപങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ട് ശ്രദ്ധിക്കുക. PSC പ്രീവിയസ് ആയി ചോദിച്ച പോയിന്റ്സ് മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നോക്കാം നമുക്ക്. CPU അഥവാ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്നറിയപ്പെടുന്നു. CPU എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്നാണ്. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി എന്നാണ്. റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി എന്നാണ്. HDD എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്നാണ്. നമ്മൾ ഒരുപാട് കേട്ട് കാണും. HDD എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്നാണ്. SSD എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്നാണ്. SSD എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്നാണ്. USB എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നാണ്. USB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നാണ്. OS എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് അർത്ഥം. OS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് അർത്ഥം. WWW എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് വെബ് എന്നാണ് അർത്ഥം. WWW എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് വെബ് എന്നാണ് അർത്ഥം. URL എന്ന് പറഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. URL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. HTTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ്. HTTP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ്. HTTPS ആണെങ്കിലോ അത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ ആണ്. HTTPS എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ ആണ്. IP ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. IP എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. വൈഫൈ എന്ന് വെച്ചാൽ വയർലെസ് ഫിഡിലിറ്റി ആണ്. വൈഫൈ എന്ന് പറഞ്ഞാൽ വയർലെസ് ഫിഡിലിറ്റി എന്നാണ്.
PDF എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് എന്നാണ്. PDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് എന്നാണ്. GUI എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്നാണ്. GUI എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്നാണ്. VPN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്നാണ്. VPN എന്ന് പറഞ്ഞാൽ എന്താണ്? വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്നാണ്. HTML എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. HTML എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. ജിംബിൽ ഒരു ആനിമേഷൻ സേവ് ചെയ്യാൻ അതിനെ ഡാഷ് ഫോർമാറ്റിൽ സേവ് ചെയ്യണം. ഓപ്ഷൻ എ GIF അല്ലെങ്കിൽ GIF ഫോർമാറ്റിൽ സേവ് ചെയ്യണം. ജിംബിൽ ഒരു ആനിമേഷൻ സേവ് ചെയ്യാൻ അതിനെ ഡാഷ് ഫോർമാറ്റിൽ സേവ് ചെയ്യണം. ഒന്നുകിൽ നമുക്ക് പറയാം GIF എന്ന് പറയാം, അല്ലെങ്കിൽ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് GIF ഫോർമാറ്റ് എന്നാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഫോർമാറ്റ്സ് നോക്കാം. XCF എന്ന് വെച്ചാൽ ജിംബ് എക്സ്പെരിമെന്റൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി എന്നാണ് അർത്ഥം. XCF എന്ന് പറഞ്ഞാൽ ജിംബ് എക്സ്പെരിമെന്റൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി എന്നാണ് അർത്ഥം. ഈ XCFന്റെ പ്രത്യേകത എന്താ? ജിംബിന്റെ സ്വന്തം അല്ലെങ്കിൽ നേറ്റീവ് ആയിട്ടുള്ള ഫയൽ ഫോർമാറ്റ് എന്ന് ചോദിച്ചാൽ അത് XCF ആണ്. ജിംബിന്റെ സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ നേറ്റീവ് ആയിട്ടുള്ള ഫയൽ ഫോർമാറ്റ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? XCF ആണ്. ശ്രദ്ധിച്ചോളണം. XCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജിംബ് എക്സ്പെരിമെന്റൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി എന്നാണ് അർത്ഥം. അടുത്തതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന JPEG അല്ലെങ്കിൽ JPEG എന്ന് പറയുന്നത് ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്ട് ഗ്രൂപ്പ് എന്നാണ് അർത്ഥം കേട്ടോ. JPEG അല്ലെങ്കിൽ JPEGന്റെ അർത്ഥം എന്താണ്? ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്ട് ഗ്രൂപ്പ് എന്നാണ്. ഫോട്ടോകൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഫോർമാറ്റ് എന്ന് ചോദിച്ചാൽ അത് JPEG അല്ലെങ്കിൽ JPEG ആണ്. ഓർത്തോളണം. ഫോട്ടോകൾക്ക് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്റ്റൻഷൻ ഫോർമാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് JPEG അല്ലെങ്കിൽ JPEG ആണ്. അടുത്തതാണ് PNG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ് എന്നാണ്. PNGയുടെ ഫുൾ ഫോം എന്താണ്? പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ് എന്നാണ്. ലോസ്ലെസ് കംപ്രഷൻ ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റ് ആണിത്. അതുകൊണ്ട് ചിത്രത്തിന്റെ ഗുണനിലവാരം നഷ്ടപ്പെടുന്നില്ല. ഇമ്പോർട്ടന്റ് ആണ്. ചിത്രത്തിന്റെ ഗുണനിലവാരം നഷ്ടപ്പെടാതെ തന്നെ നമുക്കൊരു ഫോട്ടോ കംപ്രസ് ചെയ്ത് ലഭിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമാറ്റ് ആണ് PNG ഫോർമാറ്റ് അഥവാ പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ് എന്ന് പറയും. ഓർത്തോളണം. PNG എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ് എന്നാണ്. ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? ചിത്രങ്ങൾ ഗുണനിലവാരം നഷ്ടപ്പെടാതെ കംപ്രസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റ് ആണ് PNG ഫോർമാറ്റ്. അടുത്തതാണ് GIF അല്ലെങ്കിൽ നമ്മൾ പറയും GIF ഫോർമാറ്റ് എന്നുള്ളത്. GIF ഫോർമാറ്റ് എന്താണ്? ഗ്രാഫിക് ഇന്റർചേഞ്ച് ഫോർമാറ്റിനെയാണ് നമ്മൾ GIF ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ GIF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക് ഇന്റർചേഞ്ച് ഫോർമാറ്റ് എന്നാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ചെറിയ ആനിമേഷനുകൾക്ക് സാധാരണയായി ഉപയോഗിക്കുന്ന ഫോർമാറ്റ് ആണ് GIF ഫോർമാറ്റ്. ചെറിയ ആനിമേഷനുകൾക്കായി സാധാരണയായി ഉപയോഗിക്കുന്ന ഫോർമാറ്റ് ആണ് ഏതാ? GIF ഫോർമാറ്റ് എന്നറിയപ്പെടുന്നത്. അടുത്തതാണ് TIFF ഫോർമാറ്റ് അല്ലെങ്കിൽ TIFF, ടാഗ്ഡ് ഇമേജ് ഫയൽ ഫോർമാറ്റ്. TIFF ഫോർമാറ്റിന്റെ പൂർണ്ണരൂപം എന്താണ്? ടാഗ്ഡ് ഇമേജ് ഫയൽ ഫോർമാറ്റ് എന്നാണ്. ഇതിന്റെ പ്രത്യേകത എന്താ? ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഫോർമാറ്റ് എന്ന് ചോദിച്ചാൽ അത് TIFF ഫോർമാറ്റ് ആണ്. ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഫോർമാറ്റ് ഏതാണ്? TIFF ഫോർമാറ്റ് അഥവാ ടാഗ്ഡ് ഇമേജ് ഫയൽ ഫോർമാറ്റ് ആണ്. അടുത്തതാണ് WebP. ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഒരു ആധുനിക ഇമേജിംഗ് ഫോർമാറ്റ് ആണ് WebP എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. WebP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഒരു ആധുനിക ഇമേജ് ഫോർമാറ്റ് ആണ് ഇത്. ഓർക്കുക. PSD ഫോട്ടോഷോപ്പ് ഡോക്യുമെന്റ്. PSD എന്ന് വെച്ചാൽ എന്താണ്? ഫോട്ടോഷോപ്പ് ഡോക്യുമെന്റ്. അഡോൾബ് ഫോട്ടോഷോപ്പിന്റെ നേറ്റീവ് ഫയൽ ഫോർമാറ്റ് അറിയപ്പെടുന്ന പേരാണ് PSD എന്നുള്ളത്. അഡോൾബ് ഫോട്ടോഷോപ്പിന്റെ സ്വന്തം നേറ്റീവ് ആയിട്ടുള്ള ഫോർമാറ്റ് എന്ന് ചോദിച്ചാൽ അത് PSD ആണ്. ഓർക്കുക. താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ സി ഗൂഗിൾ ആണ്. താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് എന്ന് ചോദിച്ചാൽ അത് ഗൂഗിൾ ആണ്. വെബ് ബ്രൗസറുകൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് വെബ് ബ്രൗസർ ആണ്. പക്ഷെ ഗൂഗിൾ എന്ന് മാത്രം തന്നിരുന്നാൽ അത് സെർച്ച് എഞ്ചിൻ ആണ്, അല്ലാതെ അത് വെബ് ബ്രൗസർ അല്ല. പലരും തെറ്റിക്കുന്ന പോയിന്റ് ആണ്. ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിന്റെ വെബ് ബ്രൗസർ അറിയപ്പെടുന്ന പേരാണ് ഗൂഗിൾ ക്രോം എന്ന്. എന്നാൽ വെറുതെ ഗൂഗിൾ എന്ന് തന്നിരുന്നാൽ അതിന്റെ അർത്ഥം ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിൻ എന്നുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. മോസില്ല ഫയർഫോക്സ്, മൈക്രോസോഫ്റ്റ് എഡ്ജ്, സഫാരി, ഒപ്പാറ, ബ്രൈവ്, വിവാൾഡി. ഓർത്തോളണം. പ്രധാനപ്പെട്ട വെബ് ബ്രൗസിംഗ് സോഫ്റ്റ്വെയർക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, മൈക്രോസോഫ്റ്റ് എഡ്ജ്,
സഫാരി, ഒപ്പേറ, ബ്രൈവ്, വിവാൾഡി. ബ്രൈവും വിവാൾഡിയും ഓർത്തു വെച്ചോളണം കേട്ടോ. ബ്രൈവും വിവാൾഡിയും കൂടെ ഓർക്കുക. സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യ അറിയപ്പെടുന്ന പേരെന്താണ്? ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാണ്. സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യ അറിയപ്പെടുന്ന പേര് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാണ്. എന്താണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അഥവാ IoT എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന വസ്തുക്കളെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ച് അവയെ സ്മാർട്ട് ആക്കുന്നതിനെ നമ്മൾ IoT അഥവാ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നു. എന്താ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന വസ്തുക്കളെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ച് അവയെ സ്മാർട്ട് ആക്കുന്നതിനെ നമ്മൾ IoT അഥവാ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നു. IoTയുടെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏതൊക്കെയാണ്? സ്മാർട്ട് ലൈറ്റുകള്, സ്മാർട്ട് തെർമോസ്റ്റാറ്റുകള്, സ്മാർട്ട് ലോക്കുകള്, സ്മാർട്ട് സെക്യൂരിറ്റി ക്യാമറകള്, സ്മാർട്ട് വാച്ചുകള്, സ്മാർട്ട് ട്രാഫിക് ലൈറ്റുകള്, സ്മാർട്ട് സ്ട്രീറ്റ് ലൈറ്റുകള്. ഇവയെല്ലാം എന്തിന് ഉദാഹരണമാണ്? IoTക്ക് ഉദാഹരണമാണ്. ശ്രദ്ധിച്ചോളണേ. IoTയുടെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ ഏതൊക്കെയാ? സ്മാർട്ട് ലൈറ്റുകൾ നമുക്ക് പറയാം, സ്മാർട്ട് തെർമോസ്റ്റാറ്റുകൾ നമുക്ക് പറയാം, സ്മാർട്ട് ലോക്കുകൾ ഉണ്ട്, സ്മാർട്ട് സെക്യൂരിറ്റി ക്യാമറകൾ ഉണ്ട്, സ്മാർട്ട് വാച്ചുകൾ ഇമ്പോർട്ടന്റ് ആണ്. സ്മാർട്ട് വാച്ച് എന്ന് പറയുന്നത് ഒരു IoT അഥവാ ഇന്റർനെറ്റ് ഓഫ് തിങ്സിന് ഉദാഹരണമാണ്. സ്മാർട്ട് ട്രാഫിക് ലൈറ്റുകൾ ഉണ്ട്, സ്മാർട്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ, ഇവയെല്ലാം IoT അഥവാ ഇന്റർനെറ്റ് ഓഫ് തിങ്സിന് ഉദാഹരണമാണ്. CPUവിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വേഗതയേറിയതുമായ മെമ്മറി ഘടകം ഏതാണ്? ഓപ്ഷൻ എ ക്യാഷ് മെമ്മറിയാണ്. CPUവിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വേഗതയേറിയതുമായ മെമ്മറി ഘടകം എന്ന് ചോദിച്ചാൽ അത് ക്യാഷ് മെമ്മറിയാണ്. അപ്പൊ നമുക്ക് ക്യാഷ് മെമ്മറിയെ കുറിച്ചൊന്ന് നോക്കാം. CPUവിനോട് ഏറ്റവും വേഗത്തിൽ ഡാറ്റ ലഭ്യമാക്കുന്ന മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്നറിയപ്പെടുന്നത്. CPUവിന് ഏറ്റവും വേഗത്തിൽ ഡാറ്റ ലഭ്യമാക്കുന്ന മെമ്മറി അറിയപ്പെടുന്ന പേരാണ് ക്യാഷ് മെമ്മറി എന്ന്. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അതായത് CPUവിനും അതുപോലെ മെമ്മറി അഥവാ റാമിനും ഇടയിൽ ഒരു ബഫറായി പ്രവർത്തിക്കുന്ന മെമ്മറിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്യാഷ് മെമ്മറിയാണ്. ഓർക്കുക, CPU അഥവാ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിനും പ്രധാന മെമ്മറി ആയിട്ടുള്ള റാൻഡം ആക്സസ് മെമ്മറി അഥവാ റാമിനും ഇടയിൽ ഒരു ബഫറായി പ്രവർത്തിക്കുന്ന മെമ്മറി ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്യാഷ് മെമ്മറിയാണ്. CPUവിന് ഒരു ഡേറ്റയോ നിർദ്ദേശമോ ആവശ്യമുള്ളപ്പോൾ അത് ആദ്യം പരിശോധിക്കുന്നത് ക്യാഷ് മെമ്മറിയിലാണ്. CPUവിന് ഒരു ഡേറ്റയോ നിർദ്ദേശമോ ആവശ്യമുള്ളപ്പോൾ ആ CPU ആദ്യം പരിശോധിക്കുന്നത് എവിടെയാ? ക്യാഷ് മെമ്മറിയിലാണ്. ക്യാഷ് മെമ്മറിയുടെ പ്രവർത്തനം ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ +2 ലെവൽ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ്. CPUക്കാര് ശ്രദ്ധിച്ചോളണേ. ക്യാഷ് മെമ്മറിയുടെ പ്രവർത്തനം എന്താണ്? ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്. ക്യാഷ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ CPUവിന് ആവശ്യമായ ഡാറ്റ ക്യാഷ് മെമ്മറിയിൽ ഉണ്ടെങ്കിൽ അതിനെ ക്യാഷ് ഹീറ്റ് എന്നറിയപ്പെടുന്നു. അപ്പോൾ എന്താ ക്യാഷ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPUവിന് ആവശ്യമായ ഡാറ്റ ക്യാഷ് മെമ്മറിയിൽ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്യാഷ് ഹീറ്റ് എന്ന് വിളിക്കാം. എന്താ ക്യാഷ് മിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPUവിന് ആവശ്യമായ ഡാറ്റ ക്യാഷ് മെമ്മറിയിൽ ഇല്ലെങ്കിൽ അതിനെ ക്യാഷ് മിസ് എന്ന് പറയുന്നു. CPUവിന് ആവശ്യമായ ഡാറ്റ ക്യാഷ് മെമ്മറി ഇല്ലെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു? ക്യാഷ് മിസ് എന്ന് വിളിക്കുകയും ചെയ്യും. ഇനി നമുക്ക് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറച്ച് മെമ്മറികളെ കുറിച്ചൊന്ന് നോക്കാം. ആദ്യമായി നോക്കുന്നതാണ് പ്രാഥമിക മെമ്മറി അഥവാ പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത്. പ്രാഥമിക മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? മെയിൻ മെമ്മറി. കമ്പ്യൂട്ടറിന്റെ CPUവിന് നേരിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്നതും വേഗതയേറിയതുമായ മെമ്മറികൾ അറിയപ്പെടുന്ന പേരാണ് പ്രാഥമിക മെമ്മറി അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ നമുക്ക് പറയാം മെയിൻ മെമ്മറി എന്ന്. അപ്പോൾ എന്താണ് പ്രാഥമിക മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത്? എന്താണ്? കമ്പ്യൂട്ടറിന്റെ CPUവിന് നേരിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്നതും വേഗതയേറിയതുമായ മെമ്മറികളെയാണ് നമ്മൾ പ്രാഥമിക മെമ്മറികൾ എന്ന് പറയുന്നത്. പ്രാഥമിക മെമ്മറികളുടെ ഉദാഹരണം ചോദിച്ചാൽ റാം അഥവാ റാൻഡം ആക്സസ് മെമ്മറി, SRAM അഥവാ സ്റ്റാറ്റിക് റാം അല്ലെങ്കിൽ സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി, DRAM അഥവാ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി, ROM അഥവാ റീഡ് ഒൺലി മെമ്മറി, PROM അഥവാ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി, EPROM അഥവാ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി, അതുപോലെ EEPROM അഥവാ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഇത്രയും എന്തിന് ഉദാഹരണമാണ്? കമ്പ്യൂട്ടറിലെ പ്രാഥമിക മെമ്മറികൾക്ക് ഉദാഹരണമാണ്. ഒന്നുകൂടെ പറയാം,
കമ്പ്യൂട്ടറിന്റെ CPU-ന് നേരിട്ട് അക്സസ് ചെയ്യാൻ കഴിയുന്നതും വളരെ വേഗതയേറിയതുമായിട്ടുള്ള മെമ്മറിയാണ് പ്രാഥമിക മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ ഏതൊക്കെയാ? ഒന്ന് റാൻഡം ആക്സസ് മെമ്മറി, അതുപോലെ തന്നെ സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി, അതുപോലെ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി. പിന്നെ വരുന്നത് എന്താണ്? റോം അഥവാ റീഡ് ഒൺലി മെമ്മറി. അതിൽ തന്നെ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി വരുന്നുണ്ട്, ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി വരുന്നുണ്ട്, അതുപോലെ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി അഥവാ EEPROM വരുന്നുണ്ട്. ഇത്രയും പോയിന്റ്സ് ഓർക്കണം. അടുത്തതാണ് സെക്കൻഡറി മെമ്മറി അല്ലെങ്കിൽ നമ്മൾ പറയുന്നു ആക്സിലറി മെമ്മറി എന്ന്. സെക്കൻഡറി മെമ്മറി അല്ലെങ്കിൽ ആക്സിലറി മെമ്മറി ഡാറ്റയും പ്രോഗ്രാമുകളും സ്ഥിരമായി സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി എന്നറിയപ്പെടുന്നത്. ഡാറ്റയും പ്രോഗ്രാമുകളും സ്ഥിരമായി സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി എന്നറിയപ്പെടുന്നത്. സെക്കൻഡറി മെമ്മറികൾക്ക് ഉദാഹരണം എന്ന് ചോദിച്ചാൽ ഹാർഡ് ഡിസ്ക്, അതുപോലെ തന്നെ SSD സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ്, USB ഫ്ലാഷ് ഡ്രൈവ് അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ പെൻ ഡ്രൈവ്, CD, DVD, ബ്ലൂറേ ഡിസ്കുകൾ, എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവുകൾ. ഇത്രയും നമുക്ക് എന്തെന്ന് പറയാം? സെക്കൻഡറി മെമ്മറി ആണെന്ന് പറയാം. അപ്പോൾ സെക്കൻഡറി മെമ്മറികൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഒന്ന് HDD അഥവാ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, മറ്റൊന്നെന്താണ്? SSD അഥവാ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്, USB ഫ്ലാഷ് ഡ്രൈവ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ പെൻ ഡ്രൈവ്, അതുപോലെ തന്നെ CD, DVD, ബ്ലൂറേ ഡിസ്കുകൾ, എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവ്സ്. ഇതിനെയെല്ലാം നമുക്ക് സെക്കൻഡറി മെമ്മറി എന്ന് വിളിക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം ലിനക്സ് ആണ് അല്ലെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിനക്സ് ആണ്. പ്രധാന ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് ഉദാഹരണം നമുക്ക് നോക്കാം. പ്രധാന ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് ഉദാഹരണം ലിനക്സ്, ഉബുണ്ടു, ഫെഡോറ, ഡെബിയൻ, മിന്റ്, റെഡ് ഹാറ്റ് എന്റർപ്രൈസസ് ലിനക്സ്, സെൻട്രോസ്, ആർച്ച് ലിനക്സ്, കാലി ലിനക്സ്, ആൻഡ്രോയിഡ്, ഫ്രീ BSD, ഓപ്പൺ BSD, നെറ്റ് BSD, റിയാക്ട് OS, ക്രോം OS. ഓർത്തോളണേ, പ്രധാനപ്പെട്ട ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ലിനക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഉബുണ്ടു നമുക്ക് എല്ലാവർക്കും അറിയാം, അതുപോലെ ഫെഡോറ, ഡെബിയൻ, മിന്റ്, റെഡ് ഹാറ്റ് എന്റർപ്രൈസസ് ലിനക്സ്, ലിനക്സിന്റെ മറ്റൊരു വേർഷൻ ആയിട്ടുള്ള റെഡ് ഹാറ്റ് എന്റർപ്രൈസസ് ലിനക്സ്, സെൻട്രോസ്, ആർക്ക് ലിനക്സ്, ലിനക്സിന്റെ മറ്റൊരു വെറൈറ്റി ആണ് ആർക്ക് ലിനക്സ്, കാലി ലിനക്സ്, ലിനക്സിന്റെ മറ്റൊരു വേരിയേഷൻ ആണ് അല്ലെങ്കിൽ വേർഷൻ ആണ് കാലി ലിനക്സ്, ആൻഡ്രോയിഡ് വളരെ ഇമ്പോർട്ടന്റ്, ആൻഡ്രോയിഡ് ഒരു ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, അതുപോലെ തന്നെ ഫ്രീ BSD, ഓപ്പൺ BSD, നെറ്റ് BSD, റിയാക്ട് OS, അതുപോലെ ക്രോം OS എന്നിവ പ്രധാനപ്പെട്ട ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് ഉദാഹരണമാണ്. ഉയർന്ന ബാൻഡ് വിഡ്ത്ത് ആവശ്യമായ ദീർഘദൂര വാർത്താവിനിമയത്തിനും നെറ്റ്വർക്കിംഗ് ആവശ്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ട്രാൻസ്മിഷൻ മീഡിയം എന്നറിയപ്പെടുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. ഉയർന്ന ബാൻഡ് വിഡ്ത്ത് ആവശ്യമായ ദീർഘദൂര വാർത്താവിനിമയത്തിനും നെറ്റ്വർക്കിംഗ് ആവശ്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ട്രാൻസ്മിഷൻ മീഡിയം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിച്ചുള്ള ട്രാൻസ്മിഷൻ ആണ്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഐറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ട്രാൻസ്മിഷൻ മീഡിയങ്ങൾ ട്വിസ്റ്റഡ് പെയർ കേബിൾ അഥവാ UTP എന്നും STP എന്നും നമ്മൾ പറയും. ട്വിസ്റ്റഡ് പെയർ കേബിൾസ് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒന്ന് UTP എന്ന് പറയാം, അല്ലെങ്കിൽ STP എന്ന് പറയാം. പ്രാദേശിക നെറ്റ്വർക്കുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്നത് ട്വിസ്റ്റഡ് പെയർ കേബിളുകളാണ്. പ്രാദേശിക നെറ്റ്വർക്കുകളിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ആണ്, ഇല്ലെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് UTPകൾ അല്ലെങ്കിൽ STPകൾ എന്ന്. രണ്ടാമത്തതാണ് കൊയാക്സിയൽ കേബിളുകൾ. എന്താണ് കൊയാക്സിയൽ കേബിളുകൾ? കേബിൾ TV, ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ഷനുകൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നതാണ് കൊയാക്സിയൽ കേബിളുകൾ. കേബിൾ TVയിലും അതുപോലെ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ഷനുകൾ എന്നിവയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നതാണ് കൊയാക്സിയൽ കേബിളുകൾ. വയർലെസ് ട്രാൻസ്മിഷൻ, വയർലെസ് ട്രാൻസ്മിഷൻ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് ലിങ്കുകൾ, വൈഫൈ എന്നിവയിൽ ഉപയോഗിക്കുന്നത് വയർലെസ് ട്രാൻസ്മിഷൻ ആണ്. വയർലെസ് ട്രാൻസ്മിഷൻ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? മൊബൈൽ കമ്മ്യൂണിക്കേഷന്, സാറ്റലൈറ്റ് ലിങ്കുകൾക്ക്, അതുപോലെ തന്നെ വൈഫൈ എന്നിവയിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? വയർലെസ് ട്രാൻസ്മിഷൻ ആണ്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഫൈബർ ഒപ്റ്റിക്സിന്റെ മേന്മകളാണ് കേട്ടോ. ഇത് ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. ഫൈബർ ഒപ്റ്റിക്സിന്റെ മേന്മകള്: അത്യധികം ഉയർന്ന ബാൻഡ് വിഡ്ത്ത്, അത്യധികം ഉയർന്ന ബാൻഡ് വിഡ്ത്ത്, ദീർഘദൂര പ്രക്ഷേപണം, വൈദ്യുത കാന്തിക ഇടപെടലുകളോടുള്ള പ്രതിരോധം,
മികച്ച സുരക്ഷ, ഭാരക്കുറവും വളരെ ചെറിയ സൈസും, ഭാരക്കുറവും വളരെ ചെറുതുമായിരിക്കും ഫൈബർ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓർത്തോളുക, ഫൈബർ ഒപ്റ്റിക്സിന്റെ പ്രധാനപ്പെട്ട മേന്മകൾ എന്തൊക്കെയാണ്? അത്യധികം ഉയർന്ന ബാൻഡ് വിഡ്ത്ത് ഉണ്ട്, ദീർഘദൂരം പ്രക്ഷേപണം ചെയ്യാൻ കഴിയും, അതുപോലെ വൈദ്യുത കാന്തിക ഇടപെടലുകളുള്ള പ്രതിരോധമുണ്ട്, മികച്ച സുരക്ഷയുണ്ട് ഫൈബർ ഒപ്റ്റിക്സിന്, അതുപോലെ തന്നെ ഭാരക്കുറവും ചെറുതുമാണ് എന്ത് ഫൈബർ ഒപ്റ്റിക്സ് എന്നുള്ളത്. വേൾഡ് വൈഡ് വെബിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ഉത്തരം എന്താ? ഹൈപ്പർ ടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെന്റുകൾ കൈകാര്യം ചെയ്യലാണ് കേട്ടോ. അപ്പോൾ വേൾഡ് വൈഡ് വെബിന്റെ പ്രധാന ഉദ്ദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെന്റുകൾ കൈകാര്യം ചെയ്യലാണ് ആരുടെ ജോലി? വേൾഡ് വൈഡ് വെബിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേൾഡ് വൈഡ് വെബിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ ഒന്ന് നോക്കാം, ശ്രദ്ധിച്ചോളണേ. വേൾഡ് വൈഡ് വെബിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ: വിവരങ്ങൾ കണ്ടെത്തലും പ്രദർശനവും, ഹൈപ്പർ ലിങ്കുകളിലൂടെയുള്ള നാവിഗേഷൻ, ഡേറ്റ കൈമാറ്റവും ആശയവിനിമയവും, ഓൺലൈൻ സേവനങ്ങൾ നൽകലും ഉപയോഗിക്കലും, വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാനും ഹോസ്റ്റ് ചെയ്യാനും ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിക്കാൻ. ഇതിനകത്ത് ഹൈപ്പർ ലിങ്കുകളിലൂടെയുള്ള നാവിഗേഷനും ഡേറ്റ കൈമാറ്റവും ആശയവിനിമയവും കൂടെ ചേർത്തുകൊണ്ടാണ് ഓപ്ഷൻ എ ആയിട്ട് ഹൈപ്പർ ടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെന്റുകളുടെ കൈകാര്യം ചെയ്യലെന്ന് PSC കൊടുത്തത് ഉത്തരം. അപ്പോൾ ശ്രദ്ധിച്ചോളുക, വേൾഡ് വൈഡ് വെബിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? വിവരങ്ങൾ കണ്ടെത്തലും പ്രദർശനവും, ഹൈപ്പർ ലിങ്കുകളിലൂടെയുള്ള നാവിഗേഷൻ, ഡേറ്റ കൈമാറ്റവും ആശയവിനിമയവും, ഓൺലൈൻ സേവനങ്ങൾ നൽകലും ഉപയോഗിക്കലും, വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാനും ഹോസ്റ്റ് ചെയ്യാനും ആപ്ലിക്കേഷനുകൾ പ്രവർത്തിപ്പിക്കാൻ. ഇത്രയുമാണ് വേൾഡ് വൈഡ് വെബിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. അശ്ലീല ഉള്ളടക്കം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്യുന്നത് ശിക്ഷ നൽകുന്ന IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഉത്തരം ഓപ്ഷൻ സി, 67 വകുപ്പ് പ്രകാരമാണ് കേട്ടോ. അശ്ലീല ഉള്ളടക്കം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്യുന്നതിന് ശിക്ഷ നൽകുന്നത് IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? വകുപ്പ് 67 പ്രകാരമാണ്. അപ്പോൾ നമുക്ക് IT ആക്ടിലെ പ്രധാന വകുപ്പുകൾ പഠിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. CPO ഉള്ള സുഹൃത്തുക്കൾ ഇത് നോക്കിയിട്ട് പോകണം. 1 മാർക്കിന് ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം വരും. IT ആക്ടിലെ പ്രധാന വകുപ്പുകൾ. വകുപ്പ് 4 ഇലക്ട്രോണിക് രേഖകൾക്ക് നിയമപരമായ അംഗീകാരം നൽകുന്ന വകുപ്പാണ് വകുപ്പ് 4. ഇലക്ട്രോണിക് രേഖകൾക്ക് നിയമപരമായ അംഗീകാരം നൽകുന്ന വകുപ്പാണ് വകുപ്പ് 4. വകുപ്പ് 5 ഇലക്ട്രോണിക് ഒപ്പുകൾക്ക് നിയമപരമായ അംഗീകാരം നൽകുന്നു. വകുപ്പ് 5 ഇലക്ട്രോണിക് ഒപ്പുകൾക്ക് നിയമപരമായ അംഗീകാരം നൽകുന്നു. വകുപ്പ് 6 സർക്കാർ സ്ഥാപനങ്ങളിൽ ഇലക്ട്രോണിക് രേഖകളുടെയും ഒപ്പുകളുടെയും ഉപയോഗം. വകുപ്പ് 6 സർക്കാർ സ്ഥാപനങ്ങളിൽ ഇലക്ട്രോണിക് രേഖകളുടെയും ഒപ്പുകളുടെയും ഉപയോഗം. വകുപ്പ് 43 കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്നതിനുള്ള പിഴ. വകുപ്പ് 43 കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്നതിനുള്ള പിഴ. വകുപ്പ് 43A പറയുന്നത് സെൻസിറ്റീവ് വ്യക്തിഗത ഡേറ്റ ചോർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വകുപ്പ് 43A സെൻസിറ്റീവ് വ്യക്തിഗത ഡേറ്റ ചോർച്ചകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വകുപ്പ് 65 കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റുകൾ ടാമ്പർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വകുപ്പ് 65 കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റുകൾ ടാമ്പർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വകുപ്പ് 66 കമ്പ്യൂട്ടർ ഹാക്കിങ്ങിനെ കുറിച്ച് പറയുന്നു. വകുപ്പ് 66 കമ്പ്യൂട്ടർ ഹാക്കിങ്ങിനെ കുറിച്ച് പറയുന്നു. വകുപ്പ് 66C വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വകുപ്പ് 66 കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വകുപ്പ് 66D വഞ്ചനാപരമായ വേഷം മാറൽ കുറ്റകരമാണെന്ന് പറയുന്നു. 66D വഞ്ചനാപരമായ വേഷം മാറൽ കുറ്റകരമാണെന്ന് പറയുന്നു. അതായത് ഓൺലൈനിലൂടെ വേറൊരാളാണെന്ന് പറഞ്ഞ് ചീറ്റ് ചെയ്യുന്ന പരിപാടി കേട്ടോ. വകുപ്പ് 66E എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വകാര്യത ലംഘിച്ച് ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. വകുപ്പ് 66E എന്താ പറയുന്നത്? സ്വകാര്യത ലംഘിച്ച് ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വകുപ്പ് 66F സൈബർ ടെററിസം അഥവാ സൈബർ ഭീകരവാദം. വകുപ്പ് 66F സൈബർ ടെററിസം അഥവാ
സൈബർ ഭീകരവാദം. ഇതാണ് PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ച വകുപ്പ്. അതുകൊണ്ട് ഇതിനൊന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. വകുപ്പ് 67 അശ്ലീല വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുക. ഇതാണ് ഇപ്പോൾ PSC ചോദിച്ചത്. വകുപ്പ് 67 അശ്ലീല വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുക. വകുപ്പ് 67A ആണെങ്കിൽ ലൈംഗിക വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുക. സത്യത്തിൽ 67A ആണ് അവിടെ ഉത്തരമായി വരേണ്ടത്. കുഴപ്പമില്ല, പക്ഷെ PSC 67 കൊടുത്തിട്ടുണ്ട്. വകുപ്പ് 67 ക്ലോസ് A എന്താ പറഞ്ഞിരിക്കുന്നത്? ലൈംഗികത വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് കുറ്റകരമാണ്. വകുപ്പ് 67B കുട്ടികളുടെ ലൈംഗിക ചൂഷണം. വകുപ്പ് 67B എന്താ പറഞ്ഞിരിക്കുന്നത്? കുട്ടികളുടെ ലൈംഗിക ചൂഷണം. എങ്ങനെ ഇന്റർനെറ്റ് ഉപയോഗിച്ചുള്ള കുട്ടികളുടെ ലൈംഗിക ചൂഷണത്തെ പറ്റിയാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? 67B പറഞ്ഞിരിക്കുന്നത്. 69 വിവരങ്ങൾ തടസ്സപ്പെടുത്താനും നിരീക്ഷിക്കാനും ഡീക്രിപ്റ്റ് ചെയ്യുവാനുമുള്ള അധികാരത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു. വകുപ്പ് 69 വിവരങ്ങൾ തടസ്സപ്പെടുത്താനും നിരീക്ഷിക്കാനും ഡീക്രിപ്റ്റ് ചെയ്യാനുമുള്ള അധികാരത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു. വകുപ്പ് 69A എന്താ പറഞ്ഞിരിക്കുന്നത്? വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യുവാനുള്ള ഗവൺമെന്റിന്റെ അധികാരത്തെ പറ്റി. വകുപ്പ് 69A എന്താ പറഞ്ഞിരിക്കുന്നത്? വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യുവാനുള്ള ഗവൺമെന്റിന്റെ അധികാരത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. കോഡുകൾ വ്യത്യസ്തപ്പെടുത്തുന്നത് വരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകളെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഉത്തരം എന്താണ്? സ്റ്റാറ്റിക് വെബ് പേജുകൾ. ഓർത്തോളണേ, കോഡുകൾ വ്യത്യാസപ്പെടുന്നത് വരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകൾ എന്തെന്നാണ് അറിയപ്പെടുന്നത്? സ്റ്റാറ്റിക് വെബ് പേജുകൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്താ ഈ സ്റ്റാറ്റിക് വെബ് പേജുകൾ എന്ന് പറഞ്ഞാൽ? ഉപഭോക്താവ് പേജ് ലോഡ് ചെയ്യുമ്പോൾ വെബ് സെർവറിൽ സംഭരിച്ചിരിക്കുന്ന ഉള്ളടക്കം അതേപടി പ്രദർശിപ്പിക്കുന്നവയാണ് സ്റ്റാറ്റിക് വെബ് പേജുകൾ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോളണേ, എന്താ സ്റ്റാറ്റിക് വെബ് പേജുകൾ എന്ന് പറഞ്ഞാൽ? ഉപഭോക്താവ് പേജ് ലോഡ് ചെയ്യുമ്പോൾ വെബ് സെർവറിൽ സംഭരിച്ചിരിക്കുന്ന ഉള്ളടക്കം അതേപടി അങ്ങ് പ്രദർശിപ്പിക്കുന്നവയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാറ്റിക് വെബ് പേജുകൾ എന്ന് പറയുന്നത്. ഇവയുടെ കോഡിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഉള്ളടക്കം മാറുള്ളൂ. ഇവയില് കോഡുകളിലെ മാറ്റം വരുത്തിയാൽ മാത്രമേ ഉള്ളടക്കം മാറുള്ളൂ. ഇനി നമുക്ക് നോക്കുവാനുള്ളത് സ്റ്റാറ്റിക് വെബ് പേജുകളുടെ പ്രധാന സവിശേഷതകളാണ്. സ്റ്റാറ്റിക് വെബ് പേജുകളുടെ സവിശേഷതകളാണ്: സ്ഥിരതയുള്ള ഉള്ളടക്കം. ഉള്ളടക്കത്തില് വ്യത്യാസം വരൂല. സ്ഥിരതയുള്ള ഉള്ളടക്കം. വളരെ വേഗതയോടുകൂടി അത് എന്ത് ചെയ്യും? മറ്റൊരു ഉപഭോക്താവിലേക്ക് എത്തുന്നു. വേഗതയോടുകൂടി ഉപഭോക്താവിലേക്ക് എത്തുന്നു. സിംപ്ലിസിറ്റി. സാധാരണയായി HTML, CSS, ജാവാസ്ക്രിപ്റ്റ് ഫയലുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. വളരെ സിമ്പിൾ ആണ് നിർമ്മിക്കാൻ. സാധാരണയായിട്ട് HTML, CSS, ജാവാസ്ക്രിപ്റ്റ് ഫയലുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. സെർവർ ഓവർഹെഡ് കുറവാണ്. സെർവർ ഓവർഹെഡ് എപ്പോഴും സ്റ്റാറ്റിക് പേജുകൾക്ക് കുറവായിരിക്കും. മാറ്റങ്ങൾ വരുത്താൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ സ്റ്റാറ്റിക് വെബ് പേജുകൾക്ക് മാറ്റങ്ങൾ വരുത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റിക് വെബ് പേജുകളുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാ? സ്ഥിരതയുള്ള ഉള്ളടക്കമായിരിക്കും. വളരെ വേഗതയോടുകൂടി അത് ലോഡ് ചെയ്തു വരെ ഉപഭോക്താവിലേക്ക് എത്തും. സിംപ്ലിസിറ്റി ആണ്. കാരണം HTML, CSS അതുപോലെ ജാവാസ്ക്രിപ്റ്റ് തുടങ്ങിയ ഫയലുകൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത്. സെർവർ ഓവർഹെഡ് കുറവായിരിക്കും. മാറ്റങ്ങൾ വരുത്താൻ ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഓർക്കുക, സ്റ്റാറ്റിക് വെബ് പേജുകൾക്ക് മാറ്റങ്ങൾ വരുത്താൻ ബുദ്ധിമുട്ടാണ്. ഇനി എന്തിനാണ് നമ്മൾ സ്റ്റാറ്റിക് വെബ് പേജുകൾ ഉപയോഗിക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ലളിതമായ വെബ്സൈറ്റുകൾ, ഉദാഹരണത്തിന് വ്യക്തിഗത പോർട്ട്ഫോളിയോകൾ നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? സ്റ്റാറ്റിക് വെബ് പേജുകളാണ് നിർമ്മിക്കുന്നത്. ഓർത്തോളനെ, ലളിതമായ വെബ്സൈറ്റുകൾ, ഉദാഹരണത്തിന് വ്യക്തിഗത പോർട്ട്ഫോളിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതെപ്പോഴും സ്റ്റാറ്റിക് വെബ്സൈറ്റുകൾക്ക് ഉദാഹരണമായിരിക്കും. സ്ഥിരമായ വിവരങ്ങൾക്കുള്ള പേജുകൾ, ഉദാഹരണത്തിന് ബന്ധപ്പെടുവാനുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ എബൌട്ട് അസ് പേജുകളിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ അതിലൊന്നും വലിയ വ്യത്യാസം വരാനില്ല. അതുകൊണ്ട് അവിടെ സ്റ്റാറ്റിക് ആയിട്ടുള്ള വെബ് പേജുകളായിരിക്കും നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള വെബ് പേജുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്ഥിരമായ വിവരങ്ങളുള്ള പേജ്, ഉദാഹരണത്തിന് നമ്മൾ എങ്ങനെ സൈറ്റ് കയറി കഴിഞ്ഞാൽ ഇപ്പൊ അതിനകത്തെല്ലാം എബൌട്ട് അസ് എന്ന് പറഞ്ഞ് കാണിക്കും. ആ എബൌട്ട് അസ് എന്ന് പറയുന്നത് മിക്കവാറും എന്തായിരിക്കും? ഒരു സ്റ്റാറ്റിക് വെബ് പേജ് ആയിരിക്കും. വളരെ വേഗത്തിൽ ലോഡ് ചെയ്യേണ്ട ലാൻഡിംഗ് പേജുകൾ എപ്പോഴും നിർമ്മിക്കുന്നത് എന്തിലായിരിക്കും? സ്റ്റാറ്റിക് വെബ് പേജിലായിരിക്കും. ശ്രദ്ധിച്ചോളണേ, വളരെ വേഗത്തിൽ ലോഡ് ചെയ്യേണ്ട ലാൻഡിംഗ് പേജുകൾ എപ്പോഴും എന്തിലായിരിക്കും നിർമ്മിക്കുന്നത്? സ്റ്റാറ്റിക് വെബ് പേജിലായിരിക്കും നിർമ്മിക്കുന്നത്. ഡോക്യുമെന്റേഷൻ സൈറ്റുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത് സ്റ്റാറ്റിക് വെബ് പേജുകളാണ്. ഡോക്യുമെന്റേഷൻ സൈറ്റുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? സ്റ്റാറ്റിക് വെബ് പേജുകളായിരിക്കും. സ്റ്റാറ്റിക് വെബ് പേജുകൾ പഠിച്ചെങ്കിൽ നമ്മൾ അതിനോടൊപ്പം ഡൈനാമിക് വെബ് പേജുകളോടൊന്ന് നോക്കണം. കാരണം ഇതായിരിക്കും ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഡൈനാമിക് വെബ് പേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപഭോക്താവിന്റെ ആവശ്യകതകളെയോ സമയത്തെയോ മറ്റ് ഘടകങ്ങളെയോ ആശ്രയിച്ച് ഉള്ളടക്കം മാറുന്നവയാണ് ഡൈനാമിക് പേജുകൾ എന്നറിയപ്പെടുന്നത്.
ഉപഭോക്താവിന്റെ ആവശ്യകതകളെയോ സമയത്തെയോ മറ്റു ഘടകങ്ങളെയോ ആശ്രയിച്ച് ഉള്ളടക്കം മാറുന്നവയാണ് ഡൈനാമിക് പേജുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഡൈനാമിക് വെബ്സൈറ്റുകൾ എന്ന് അറിയപ്പെടുന്നത്. ഇവ PHP, പൈതൺ, ജാവ, Node.js പോലുള്ള സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഭാഷകളും ഡാറ്റാബേസുകളും ഉപയോഗിച്ച് നിർമ്മിക്കുന്നവയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. ഡൈനാമിക് വെബ് പേജുകൾ എപ്പോഴും കോംപ്ലക്സ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ PHP, പൈതൺ, ജാവ, Node.js എന്ന പോലുള്ള പ്രധാന സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഭാഷകൾ ഉപയോഗിച്ചായിരിക്കും ഈ ഡൈനാമിക് വെബ് പേജുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോളണം. ഇവയുടെ പ്രധാനപ്പെട്ട ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് ഫീഡ്, ഓപ്പൺ ഷോപ്പിംഗ് സൈറ്റുകൾ, കാലാവസ്ഥാ പ്രവചന വെബ്സൈറ്റുകൾ ഇവയെല്ലാം ഡൈനാമിക് പേജുകൾക്ക് ഉദാഹരണമാണ്. എക്സൽ 2010 കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ സെൽ റഫറൻസ് തെറ്റായി കൊടുക്കുന്നത് മൂലം കാണിക്കുന്ന സന്ദേശം എന്താണ്? ഒന്നുകൂടി പറയാം. എക്സൽ 2010 കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ സെൽ റഫറൻസ് തെറ്റായി കൊടുക്കുന്നത് മൂലം കാണിക്കുന്ന സന്ദേശം എന്താണെന്നാണ്, അല്ലെങ്കിൽ എക്സൽ ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇറർ മെസ്സേജുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സെൽ റഫറൻസ് തെറ്റായി കഴിഞ്ഞാൽ വരുന്ന ഇറർ മെസ്സേജ് ആണ് #name എന്നുള്ള ഇറർ മെസ്സേജ്. ഓർത്തോളുക. അപ്പോൾ നമുക്കിനി പ്രധാനപ്പെട്ട എക്സലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇറർ മെസ്സേജുകൾ ഏതെന്ന് നോക്കാം. ശ്രദ്ധിക്കുക. എക്സലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇറർ മെസ്സേജുകൾ. #റഫറൻസ് ഇറർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫോർമുലയിൽ അസാധുവായ സെൽ റഫറൻസ് ഉണ്ടെങ്കിൽ ഈ പിഴവ് സന്ദേശം വരുന്നു. അതായത് ഒരു ഫോർമുലയിൽ അസാധുവായ ഒരു സെൽ റഫറൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വരുന്നതാണ് എന്ത്? #റഫറൻസ് എന്നുള്ള ഇറർ. ഓർക്കുക. #റഫറൻസ് എന്നുള്ള ഇറർ എന്തിനാ വരുന്നത്? ഒരു ഫോർമുലയിൽ അസാധുവായ ഒരു സെൽ റഫറൻസ് ഉണ്ടെങ്കിൽ പ്രധാനമായും കാണിക്കുന്ന ഇറർ ഏതാണ്? #റഫറൻസ് എന്നുള്ള ഇറർ ആണ്. #name ഇറർ. #name ഇറർ എന്താ? നിങ്ങൾ ഫോർമുലയിൽ ഒരു പേരുള്ള റേഞ്ച് ഉപയോഗിക്കുകയും എന്നാൽ ആ പേര് തെറ്റായി ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ പേര് നിലവിലില്ലാതിരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ എക്സൽ കാണിക്കുന്ന ഇററാണ് #name ഇറർ എന്ന് പറയുന്നത്. എന്താ #name ഇറർ എന്ന് പറഞ്ഞാല്, നിങ്ങൾ ഫോർമുലയിൽ ഒരു പേരുള്ള റേഞ്ച് ഉപയോഗിക്കുകയും എന്നാൽ ആ പേര് തെറ്റായിട്ട് ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ പേര് നിലവിലില്ലാതിരിക്കുകയോ ചെയ്യുമ്പോൾ വരുന്ന പിഴവ് സന്ദേശം ഏതാണ്? #name എന്നാണ്. #value ഇറർ. അടുത്തതാണ് #value ഇറർ. ഫോർമുലയിൽ തെറ്റായ ഡേറ്റാ തരം ഉപയോഗിക്കുമ്പോഴാണ് ഈ പിഴവ് വരുന്നത്. ഉദാഹരണത്തിന് അക്കങ്ങൾ പ്രതീക്ഷിക്കുന്നിടത്ത് ടെക്സ്റ്റ് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ തന്നെ എന്താണ്? എക്സൽ #value ഇറർ കാണിക്കും കേട്ടോ. അപ്പോൾ #value ഇറർ എന്തിനാ വരുന്നത്? ഫോർമുലയിലെ തെറ്റായ ഡാറ്റാ തരം ഉപയോഗിക്കുമ്പോഴാണ് ഈ പിഴവ് വരുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കങ്ങൾ പ്രതീക്ഷിക്കുന്നിടത്ത് നമ്മൾ ടെക്സ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും എന്ത് വരും? എക്സലില് #value ഇറർ വരും. അടുത്തതാണ് #division 0 ഇറർ. അതിൽ തന്നെയുണ്ട് #division 0 ഇറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സംഖ്യയെ 0 കൊണ്ട് ഹരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് എക്സൽ എന്ത് ചെയ്യുന്നത്? #division 0 ഇറർ കാണിക്കുന്നത്. ഓർക്കണേ. #division 0 ഇറർ എന്തിനാ വരുന്നത്? അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? 0 കൊണ്ട് ഒരു സംഖ്യയെ ഹരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് #division 0 ഇറർ വരുന്നത്. താഴെ പറയുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഏതാണ്? ലിബ്രെ ഓഫീസ് കാൽക്ക് എന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് തന്നെയാണ്. മൈക്രോസോഫ്റ്റ് എക്സൽ ഒരു സ്പ്രെഡ്ഷീറ്റ് ആണ്. ആപ്പിൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് ആണ്. ഗൂഗിൾ ഷീറ്റ്സ് എന്ന് പറയുന്നതും സ്പ്രെഡ്ഷീറ്റ് ആണ്. അപ്പോ ഇവിടെ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്ത യാതൊരുവിധ ആപ്ലിക്കേഷനും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അപ്പൊ ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? താഴെ പറയുന്നവ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലിബ്രെ ഓഫീസ് കാൽക്ക് എന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് തന്നെയാണ്. മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റിന് ഉപയോഗിക്കുന്നതാണ്. ആപ്പിൾ നമ്പേഴ്സും സ്പ്രെഡ്ഷീറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ്. ഗൂഗിൾ ഷീറ്റ്സും എന്തിന്റെ ഭാഗമാണ്? സ്പ്രെഡ്ഷീറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നവയെല്ലാം സ്പ്രെഡ്ഷീറ്റിന് ഉദാഹരണങ്ങൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ സ്പ്രെഡ്ഷീറ്റിന് ഉദാഹരണം അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ ഒന്നുമല്ലയാണ് ഇവിടെ ശരി. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകളാണ്. ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ: മൈക്രോസോഫ്റ്റ് എക്സൽ, ഗൂഗിൾ ഷീറ്റ്സ്, ലിബ്രെ ഓഫീസ് കാൽക്ക്, ആപ്പിൾ നമ്പേഴ്സ്, സോഹോ ഷീറ്റ്, WPS ഓഫീസ് സ്പ്രെഡ്ഷീറ്റ്. ഓർക്കുക, പ്രധാനപ്പെട്ട സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് എക്സല്, ഗൂഗിൾ ഷീറ്റ്സ്, ലിബ്രെ ഓഫീസ് കാൽക്ക്, ആപ്പിൾ നമ്പേഴ്സ്, സോഹോ ഷീറ്റ്, WPS ഓഫീസ്
സ്പ്രെഡ്ഷീറ്റ് എന്നിവയാണ്. ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ഒരു മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണമാണ്. ഓർത്തോളനെ, ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസുകൾക്ക് ഉദാഹരണമാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് മാഗ്നറ്റിക്സം ഉപയോഗിച്ചിട്ടുള്ളതാണെന്ന് ഓർക്കണം. ഹാർഡ് ഡിസ്കുകളുടെ പ്രധാന തരങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്നാണ് HDD അഥവാ ഹാർഡ് ഡിസ്ക് ഡ്രൈവും, മറ്റൊന്നാണ് SSD അഥവാ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവും. സിമ്പിൾ ആണ്. ഹാർഡ് ഡിസ്കുകളുടെ പ്രധാന തരങ്ങൾ ചോദിച്ചാൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള സ്റ്റോറേജ് ഉപകരണമാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത്. ഒന്നെന്താണ് HDD അഥവാ ഹാർഡ് ഡിസ്ക് ഡ്രൈവും, മറ്റൊന്ന് SSD അഥവാ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവുമാണ്. ഇപ്പൊ നമ്മൾ കണ്ടെത്തിയ മറ്റൊരു ഡ്രൈവ് ഉണ്ട്, അതാണ് SSHD എന്ന് പറയുന്നത്. അതായത് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവിനെയും ഹാർഡ് ഡിസ്ക് ഡ്രൈവിനെയും തമ്മിൽ കമ്പൈൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ പോസിറ്റീവായുള്ള കാര്യങ്ങൾ മാത്രം കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ നിർമ്മിച്ച പുതിയ തരം ഹാർഡ് ഡിസ്ക് ആണ് SSHD അഥവാ സോളിഡ് സ്റ്റേറ്റ് ഹൈബ്രിഡ് ഡ്രൈവ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് ഹൈബ്രിഡ് ഡ്രൈവ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂതനമായി നമ്മൾ കണ്ടെത്തിയ ഒരു സാങ്കേതിക വിദ്യയാണിത്. ഇതിൽ എന്താ ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഹാർഡ് ഡിസ്കിലും അതുപോലെ തന്നെ SSDയിലുമുള്ള സവിശേഷതകൾ ഒരുമിപ്പിച്ചുകൊണ്ട് പുതിയൊരു ഹാർഡ് ഡിസ്ക് രൂപീകരിച്ചിരിക്കുന്നു. അതിനെയാണ് നമ്മൾ SSHD അഥവാ സോളിഡ് സ്റ്റേറ്റ് ഹൈബ്രിഡ് ഡ്രൈവുകൾ എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ഏത് പ്ലാറ്റ്ഫോമാണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത്? മൈക്രോസോഫ്റ്റ് ടീംസ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. ഗൂഗിൾ മീറ്റ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. സൂം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം തന്നെയാണ്. എന്നാൽ ഗൂഗിൾ ക്ലൗഡ് എന്ന് പറയുന്നത് ഒരു വീഡിയോ കോൺഫറൻസ് പ്ലാറ്റ്ഫോം അല്ല, അതൊരു ഓൺലൈൻ സ്റ്റോറേജ് പ്ലാറ്റ്ഫോം ആണ് കേട്ടോ. ഒരു ഓൺലൈൻ സ്റ്റോറേജ് പ്ലാറ്റ്ഫോം ആണ് ആര്? ഗൂഗിൾ ക്ലൗഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് 1, 2, 3 മാത്രമാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമുകൾ എന്ന് നോക്കിയാലോ. വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമുകൾ: സൂം, ഗൂഗിൾ മീറ്റ്, മൈക്രോസോഫ്റ്റ് ടീംസ്, സിസ്കോ വെബ്എക്സ് മീറ്റിംഗ്, സ്കൈപ്പ്, ജിറ്റ്സി മീറ്റ്, ഗോ ടു മീറ്റിംഗ്. ഓർക്കണേ, വീഡിയോ കോൺഫറൻസ് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാ? സൂം, ഗൂഗിൾ മീറ്റ്, മൈക്രോസോഫ്റ്റ് ടീംസ്, സിസ്കോ വെബ്എക്സ് മീറ്റിംഗ്, സ്കൈപ്പ്, ജിറ്റ്സി മീറ്റിംഗ്, ഗോ ടു മീറ്റിംഗ്. ലാൻ, വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാമാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. ലാൻ, വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാമാണ്? നമുക്കൊന്ന് നോക്കാം. വാൻ ലാനിനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു. ശരിയാണ്. വാനിന് ലാനിനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളാൻ കഴിയുന്നു, അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നു. ലാനിന് വാനിനേക്കാൾ വേഗത കൂടുതലുണ്ട്. ശരിയാണ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന് വൈഡ് ഏരിയ നെറ്റ്വർക്കിനേക്കാൾ വേഗത കൂടുതലായിരിക്കും. വാന് ലാനിനേക്കാൾ വില കുറവാണ്. അത് തെറ്റാണ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനായിരിക്കും എപ്പോഴും വില കുറവ് അല്ലെങ്കിൽ ചീപ്പായിട്ടുള്ളത്. എന്നാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വളരെ ചിലവേറിയ കാര്യമാണ്. ലാനിന്റെ പൂർണ്ണരൂപം ലാർജ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. തെറ്റാണ്. ലാന്റെ പൂർണ്ണരൂപം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. ഓർത്തോളനെ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ലാനെ പറയുന്നത്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള ഏതൊക്കെയാ സുഹൃത്തുക്കളെ? 1, 2 മാത്രമാണ്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ആദ്യമായി നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ ലാനെ പറ്റിയൊന്ന് നോക്കാം. ഒരു ചെറിയ ഭൂമിശാസ്ത്രപരമായ സ്ഥലത്ത്, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു വീടാവട്ടെ, അത് അല്ലെങ്കിൽ ഒരു ഓഫീസ് കെട്ടിടമാകട്ടെ, അല്ലെങ്കിൽ ഒരു സ്കൂൾ ആകട്ടെ, അല്ലെങ്കിൽ ഒരു ചെറിയ ക്യാമ്പസ് ആവട്ടെ, എന്നിവിടങ്ങളിലെ കമ്പ്യൂട്ടറുകളെയും മറ്റു ഉപകരണങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയാണ് നമ്മൾ ലാൻ അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലാൻ അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ? ഒരു ചെറിയ ഭൂമിശാസ്ത്രപരമായ സ്ഥലത്ത്, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതൊരു വീടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓഫീസ് കെട്ടിടമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്കൂൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ ക്യാമ്പസ് ആയിരിക്കാം, എന്നിവിടങ്ങളിലെ കമ്പ്യൂട്ടറുകളെയും മറ്റു ഉപകരണങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാൻ അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലാന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നോക്കാം. ശ്രദ്ധിക്കുക, ഇതാണ് ഇപ്പോൾ PSC ചോദിച്ചത്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ ലാനിന്റെ സവിശേഷതകൾ. വളരെ പരിമിതമായ സ്ഥലത്ത് മാത്രം പ്രവർത്തിക്കുന്നവയാണ് ലാൻ അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. വളരെ പരിമിതമായ സ്ഥലത്ത് മാത്രം പ്രവർത്തിക്കുന്നവയാണ് ലാൻ അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഡാറ്റ കൈമാറ്റത്തിന്റെ വേഗത വളരെ കൂടുതലായിരിക്കും ലാനിന്റെ കാര്യത്തില്. കാരണം എന്താ?
ദൂരം കുറവായതുകൊണ്ട്, സിഗ്നൽ നഷ്ടം കുറവായതുകൊണ്ടാണ്. ഓർത്തോളണം, ഡാറ്റ കൈമാറ്റത്തിന്റെ വേഗത വളരെ കൂടുതലായിരിക്കും ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ. അതിന് കാരണം എന്താ? ദൂരം കുറവായതുകൊണ്ട് സിഗ്നൽ നഷ്ടം എപ്പോഴും കുറവായിരിക്കും. അതുകൊണ്ട് വളരെ വേഗതയിലായിരിക്കും ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. എവിടെ? ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ. സാധാരണയായി സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതായിരിക്കും ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ശരിയാണ്, സാധാരണയായിട്ട് സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതായിരിക്കും ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നുള്ളത്. സ്ഥാപിക്കാനും പരിപാലിക്കാനും ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വളരെ എളുപ്പമാണ്, അതുപോലെ വളരെ ചിലവ് കുറവുമാണ്. സ്ഥാപിക്കാനും പരിപാലിക്കാനും വളരെ എളുപ്പമാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, അതുപോലെ തന്നെ ചെലവ് വളരെ കുറവുമാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകൾക്ക്. സാധാരണയായി ഈഥർനെറ്റ് കേബിളുകളും വൈഫൈയുമാണ് ലാനുകളിൽ ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് ഈഥർനെറ്റ് കേബിളുകളും അതുപോലെ വൈഫൈയുമാണ് ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകൾക്ക് പൊതുവെ ഉയർന്ന സുരക്ഷയുണ്ട്, കാരണം അവ ഒരു നിയന്ത്രിത പരിസ്ഥിതിയിൽ പ്രവർത്തിക്കുന്നവയാണ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകൾക്ക് പൊതുവെ ഉയർന്ന സുരക്ഷയുണ്ട്, കാരണം എന്താണ്? അവ ഒരു നിയന്ത്രിത പരിസ്ഥിതിക്കുള്ളിൽ അല്ലെങ്കിൽ നിയന്ത്രിത മേഖലയ്ക്കുള്ളിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, വീടുകളിലോ ഓഫീസ് കെട്ടിടങ്ങളിലോ സ്കൂൾ കെട്ടിടങ്ങളിലോ ചെറിയ ക്യാമ്പസുകളിലൊക്കെയാണ് നമ്മൾ ലാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നിയന്ത്രിത മേഖലയിലുള്ളിൽ ലാൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവയ്ക്ക് ഉയർന്ന സുരക്ഷയുള്ളത്. ഇനി ലോക്കൽ ഏരിയ നെറ്റ്വർക്കിന് പ്രധാന ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ വീട്ടിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. ആ കമ്പ്യൂട്ടറിനെയും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രിന്ററിനെയും നമ്മുടെ സ്മാർട്ട് ഫോണിനെയൊക്കെ ഒരേ വൈഫൈ റൂട്ടർ വഴി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മളൊരു ലാൻ നിർമ്മിച്ചു, അല്ലെങ്കിൽ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് നിർമ്മിച്ചു എന്ന് പറയാം. അപ്പോ നമ്മുടെ വീട്ടിലെ കമ്പ്യൂട്ടറിനെയും പ്രിന്ററിനെയും മൊബൈൽ ഫോണിനെയും ഒക്കെ ഒരു വൈഫൈ റൂട്ടറിന് കീഴിൽ കൊണ്ടുവന്നിട്ട് കണക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മളൊരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് നിർമ്മിച്ചു, അല്ലെങ്കിൽ ഒരു ലാൻ നിർമ്മിച്ചു എന്ന് പറയാം. അത്ര സിമ്പിൾ ആണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, ഓർക്കുക. അടുത്തതാണ് വാൻ അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വാൻ അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക് വളരെ വലിയ പ്രദേശങ്ങളിൽ, ഉദാഹരണത്തിന് ഒരു വലിയ നഗരം അല്ലെങ്കിൽ ഒരു രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡങ്ങൾ തമ്മിൽ ഇങ്ങനെയൊക്കെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒന്നിലധികം ലാനുകളെ പരസ്പരം ബന്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നവയാണ് എന്തെന്ന് പറയുന്നത്? വാൻ അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. എന്തിനാ വാൻ ഉപയോഗിക്കുന്നത് അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത്? വളരെ വലിയ പ്രദേശങ്ങളിലെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് നമ്മൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു നഗരത്തിലെ മുഴുവൻ കമ്പ്യൂട്ടറുകളെ നമ്മൾ ബന്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ മുഴുവൻ കമ്പ്യൂട്ടറുകളെ നമുക്ക് ബന്ധിപ്പിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഭൂഖണ്ഡങ്ങളിലെ കമ്പ്യൂട്ടറുകളെ മുഴുവൻ നമുക്ക് വേണമെങ്കിൽ ബന്ധിപ്പിക്കാം. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് വാൻ അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒന്നോ അതിലധികമോ ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളെ പരസ്പരം ബന്ധിപ്പിച്ച് നമ്മൾ ഉപയോഗിക്കുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം? വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. ഇനി ഏറ്റവും കൂടുതൽ PSC ചോദിച്ച ചോദ്യമാണ്, ഇന്റർനെറ്റ് എന്ന് പറയുന്നത് എന്തിന് ഉദാഹരണമാണ്? ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് ചോദിച്ചാൽ അത് ഇന്റർനെറ്റ് ആണ്. ശ്രദ്ധിച്ചോളേ, ലോകത്തിലെ ഏറ്റവും വലിയ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്നത് ആരാ? അത് ഇന്റർനെറ്റ് ആണ്. അതുകൂടെ ഒന്ന് ഓർക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്കിന്റെ പ്രധാന സവിശേഷതകളാണ്. വൈഡ് ഏരിയ നെറ്റ്വർക്കിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ: വളരെ വിശാലമായ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നു. ദൂരം കൂടുതലായതിനാൽ പൊതു ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖലകൾ ഉപയോഗിക്കേണ്ടി വരുന്നു. വളരെ വിശാലമായ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദൂരം എപ്പോഴും കൂടുതലായിരിക്കും. അതുകൊണ്ട് പൊതു കമ്മ്യൂണിക്കേഷൻ ശൃംഖലകളായിരിക്കും വൈഡ് ഏരിയ നെറ്റ്വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ലാനുകളെ അപേക്ഷിച്ച് വേഗത കുറവായിരിക്കും വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ വാനുകൾക്ക്. കാരണം എന്താ? ദൂരം കൂടുന്തോറും ഡാറ്റ കൈമാറ്റത്തിന് കാലതാമസം കൂടുവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ്. ശ്രദ്ധിച്ചോളണം, ലാനുകളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളെ അപേക്ഷിച്ച് വൈഡ് ഏരിയ നെറ്റ്വർക്കുകൾക്ക് വേഗത കുറവായിരിക്കും. അതിന് കാരണം എന്താ? ദൂരം കൂടുന്തോറും ഡേറ്റ കൈമാറ്റത്തിന് കാലതാമസം കൂടുവാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ്. വൈഡ് ഏരിയ നെറ്റ്വർക്കുകളുടെ ഉടമസ്ഥത അവകാശം സ്വകാര്യമായിരിക്കാം അല്ലെങ്കിൽ പൊതുമേഖലയായിരിക്കാം. എന്നാൽ ഇത് സാധാരണയായിട്ട് ടെലികോം സേവന ദാതാക്കളോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സോ ആയിരിക്കും. ഓർക്കണം, ഉടമസ്ഥത അവകാശം വാനിന്റെ
സ്വകാര്യ മേഖലയായിരിക്കാം, അല്ലെങ്കിൽ പൊതുമേഖലയായിരിക്കാം. എന്നാൽ കൂടിയും പ്രധാനമായിട്ടും ടെലികോം സേവന ദാതാക്കളോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് അഥവാ ISPകളോ ആയിരിക്കും വാനിന്റെ ഉടമസ്ഥതാവകാശത്തിൽ വരുന്നത്. വാനുകൾ സ്ഥാപിക്കാനും പരിപാലിക്കാനും സങ്കീർണവും ചെലവേറിയതുമാണ്. വാനുകൾ സ്ഥാപിക്കുന്നതും പരിപാലിക്കുന്നതും സങ്കീർണവും ചെലവേറിയതുമായ കാര്യമാണ്. ലീസ്റ്റ് ലൈനുകൾ, ഫ്രെയിം റിലേ, MPLS അഥവാ മൾട്ടി പ്രോട്ടോകോൾ ലേബൽ സ്വിച്ചിങ്, VPN അഥവാ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്, സാറ്റലൈറ്റ് ലിങ്കുകൾ എന്നിവയാണ് സാധാരണയായി വൈഡ് ഏരിയ നെറ്റ്വർക്കുകളിൽ ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരുന്നോളെ സുഹൃത്തുക്കളെ, വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറയുന്നത്. ലീഡ്സ് ലൈനുകള്, ഫ്രെയിം റിലേകള്, MPLS അഥവാ മൾട്ടി പ്രോട്ടോകോൾ ലേബൽ സ്വിച്ചിങ്, VPN അഥവാ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്, സാറ്റലൈറ്റ് ലിങ്കുകൾ എന്നിവയാണ് സാധാരണയായിട്ട് ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത്. പൊതുശൃംഖലയിലൂടെ ഡാറ്റ കൈമാറ്റം നടത്തുന്നതിനാൽ ലാനുകളെ അപേക്ഷിച്ച് സുരക്ഷാ ഭീഷണികൾ കൂടുതലായിരിക്കും വൈഡ് ഏരിയ നെറ്റ്വർക്കുകൾക്ക്. പൊതു ശൃംഖലയിലൂടെ ഡാറ്റ കൈമാറ്റം ചെയ്യുന്നതിനാൽ തന്നെ ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളെ അപേക്ഷിച്ച് സുരക്ഷാ ഭീഷണി കൂടുതലായിരിക്കും വൈഡ് ഏരിയ നെറ്റ്വർക്കുകൾക്ക്. ഇനി നമുക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്കുകളുടെ പ്രധാന ഉദാഹരണം നോക്കാം. ശ്രദ്ധിച്ചോളേ, വൈഡ് ഏരിയ നെറ്റ്വർക്കുകൾക്ക് വേണ്ടിയുള്ള പ്രധാന ഉദാഹരണം. വിവിധ നഗരങ്ങളിലെ ഒരു കമ്പനിയുടെ ഓഫീസുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് നമുക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. ഓർത്തോളനെ, വിവിധ നഗരങ്ങളിലുള്ള ഒരു കമ്പനിയുടെ ഓഫീസുകളെ എല്ലാം നമ്മൾ ബന്ധിപ്പിക്കുന്നെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. ഒരു രാജ്യത്തുടനീളമുള്ള ബാങ്കുകളുടെ ATM നെറ്റ്വർക്കുകൾ എന്തിനുദാഹരണമാണ്? വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ്. ഒരു രാജ്യത്തുടനീളമുള്ള ബാങ്കുകളുടെ ATM നെറ്റ്വർക്ക് എന്തിന് ഉദാഹരണമാണ്? വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ്. ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ് എന്തിന് ഉദാഹരണമാണ്? വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ്. ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ് എന്തിന് ഉദാഹരണമാണ്? വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. നമുക്ക് നോക്കാം. പ്ലോട്ടർ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്, തെറ്റാണ്. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പ്ലോട്ടർ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. റാം ഒരു വോളറ്റൈൽ മെമ്മറിയാണ്, ശരിയാണ്. റാം എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ മെമ്മറി തന്നെയാണ്. ഓപ്പൺ ഓഫീസ് ബേസ് എന്ന് പറയുന്നത് ഡാറ്റാ ബേസ് സോഫ്റ്റ്വെയർ ആണ്, അതും ശരിയാണ്. ഓപ്പൺ ഓഫീസ് ബേസ് എന്ന് പറയുന്നത് ഒരു ഡാറ്റാ ബേസ് സോഫ്റ്റ്വെയർ ആണ്. MICR എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസ് ആണ്, ശരിയാണ്. MICR എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ എന്ന് പറയും. ഓർത്തോളണം, MICR എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ എന്ന് പറയും. ഇതൊരു ഇൻപുട്ട് ഡിവൈസ് തന്നെയാണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ല, അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ല, അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാ സുഹൃത്തുക്കളെ? റാം എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. ഓപ്പൺ ഓഫീസ് ബേസ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. MICR അഥവാ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസ് ആണ്. അപ്പോ 2, 3, 4 ഇവിടെ ശരിയെന്നുള്ളത്. സോ ഓപ്ഷൻ A ഈസ് ദ റൈറ്റ് ആൻസർ. ചേരുംപടി ചേർക്കുക. നമുക്ക് നോക്കാം. ആദ്യമായി പറഞ്ഞിരിക്കുന്നത് ക്രാക്കിംഗ്. ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രാക്കിംഗ് എന്ന് പറയുന്നത്, അല്ലെ? എന്താ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാല്? ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിൽ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രാക്കിംഗ് എന്ന് പറയുന്നത്. സോ 1ന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ D ആണ്. ഇനി രണ്ടാമത്തത് എന്താ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഫിഷിംഗ് എന്ന് പറഞ്ഞാല് അതീവ സുരക്ഷിത വിവരങ്ങൾ വ്യാജമാർഗത്തിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്നതിനാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത്. എന്താ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതീവ സുരക്ഷാ വിവരങ്ങള് വ്യാജമാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്നതിനാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 2ന്റെ ആൻസർ എന്താണ്? C ആണ്. മൂന്നാമത്തതാണ് സൈബർ സ്ക്വാട്ടിംഗ്. സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കിക്കൊണ്ട് നടത്തുന്ന സൈബർ ക്രൈമാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കി ചെയ്യുന്ന സൈബർ കുറ്റകൃത്യം അറിയപ്പെടുന്ന പേരാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന്. അപ്പോൾ ഓപ്ഷൻ 3 എന്ന് പറയുന്നത് എന്താണ്? A ആണ്. ഇനി സൈബർ ടെററിസം നമ്പർ 4 നമുക്ക് എല്ലാവർക്കും അറിയാം. ദേശീയ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് സൈബർ ടെററിസം എന്ന്.
അപ്പോ നമ്പർ 4 സൈബർ ടെററിസം എന്ന് പറഞ്ഞാൽ എന്താ? ദേശ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ സൈബർ ടെററിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് പറയാം 1D 2C 3A 4B എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ട് ചേരുപടി ചേർക്കുമ്പോൾ. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് എന്തിനാ സുഹൃത്തുക്കളെ? ബ്രൗസിംഗ് ചരിത്രം അഥവാ ഹിസ്റ്ററി, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാനാണ്. അപ്പോ പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ബ്രൗസിംഗ് ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററിയും കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാനാണ്. ഇനി പ്രധാനപ്പെട്ട കുറച്ച് ബ്രൗസിംഗ് മോഡുകൾ നമുക്കൊന്ന് നോക്കിക്കളയാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൗസിംഗ് മോഡുകൾ. സാധാരണ ബ്രൗസിംഗ് മോഡ് ഇന്റർനെറ്റ് സാധാരണ രീതിയിൽ വെബ്സൈറ്റുകൾ സന്ദർശിക്കാനും വിവരങ്ങൾ തിരയാനും ഉപയോഗിക്കുന്ന മോഡാണ് സാധാരണ ബ്രൗസിംഗ് മോഡ്. അപ്പോൾ നോർമൽ ബ്രൗസിംഗ് മോഡ് അല്ലെങ്കിൽ സാധാരണ ബ്രൗസിംഗ് മോഡ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ഇന്റർനെറ്റിൽ സാധാരണ രീതിയിൽ വെബ്സൈറ്റുകൾ സന്ദർശിക്കാനും വിവരങ്ങൾ തിരയുവാനുമാണ്. സ്വകാര്യ ബ്രൗസിംഗ് മോഡ് അല്ലെങ്കിൽ നമ്മൾ പറയും അതിനെ ഇൻകോഗ്നിറ്റോ മോഡ് എന്ന്. ഓപ്ഷനകത്ത് ഇൻകോഗ്നിറ്റോ മോഡ് എന്നായിരിക്കും PSC തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലും ഈ സ്വകാര്യ ബ്രൗസിംഗ് മോഡ് എന്ന് പറയത്തില്ല, പകരം ഇൻകോഗ്നിറ്റോ മോഡ് എന്നായിരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ എന്താ ഇൻകോഗ്നിറ്റോ മോഡ് അല്ലെങ്കിൽ സ്വകാര്യ ബ്രൗസിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ? അതിനകത്ത് തന്നെ ഉണ്ട് നിങ്ങളുടെ ബ്രൗസിംഗ് ആക്ടിവിറ്റികൾ രഹസ്യമാക്കി വെക്കാനും നിങ്ങൾ സന്ദർശിക്കുന്ന വെബ്സൈറ്റുകളുടെ വിവരങ്ങൾ നിങ്ങളുടെ ഉപകരണത്തിൽ അല്ലെങ്കിൽ അത് കമ്പ്യൂട്ടർ ആവട്ടെ ഫോൺ ആവട്ടെ അതിൽ സൂക്ഷിക്കാതിരിക്കാനും ഉപയോഗിക്കുന്ന ബ്രൗസിംഗ് മോഡാണ് എന്ത്? ഇൻകോഗ്നിറ്റോ മോഡ് എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഇൻകോഗ്നിറ്റോ മോഡ് അല്ലെങ്കിൽ സ്വകാര്യ ബ്രൗസിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ? നിങ്ങളുടെ ബ്രൗസിംഗ് ആക്ടിവിറ്റികൾ രഹസ്യമാക്കി വെക്കാനും നിങ്ങൾ സന്ദർശിക്കുന്ന വെബ്സൈറ്റുകളുടെ വിവരങ്ങൾ നിങ്ങളുടെ ഉപകരണത്തിൽ സൂക്ഷിക്കാതിരിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ബ്രൗസിംഗ് മോഡാണ് ഇൻകോഗ്നിറ്റോ മോഡ് അഥവാ സ്വകാര്യ ബ്രൗസിംഗ് മോഡ്. അടുത്തതാണ് റീഡർ മോഡ്. വെബ് പേജുകളിലെ പരസ്യങ്ങൾ, സൈഡ് ബാറുകൾ, അനാവശ്യ ചിത്രങ്ങൾ എന്നിവയെല്ലാം ഒഴിവാക്കി ലേഖനങ്ങളുടെ പ്രധാന ഉള്ളടക്കം മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വായിക്കാൻ സഹായിക്കുന്നതാണ് റീഡ് മോഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ റീഡ് മോഡ് എന്ന് പറഞ്ഞാല്? വെബ് പേജുകളിലെ പരസ്യങ്ങള്, സൈഡ് ബാറുകള്, അനാവശ്യ ചിത്രങ്ങൾ എന്നിവയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ലേഖനങ്ങളുടെ പ്രധാന ഉള്ളടക്കം മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വായിക്കാൻ സഹായിക്കുന്നവയാണ് റീഡർ മോഡ് എന്ന് പറയുന്നത്. എന്താ ഫുൾ സ്ക്രീൻ മോഡ് എന്ന് പറയുന്നത്? ബ്രൗസറിന്റെ ടൂൾ ബാറുകൾ, ടാബുകൾ, വിലാസ ബാറുകൾ എന്നിവയെല്ലാം മറച്ച് വെബ് പേജ് പൂർണ്ണമായും സ്ക്രീനിൽ കാണിക്കാൻ സഹായിക്കുന്നതാണ് ഫുൾ സ്ക്രീൻ മോഡ് എന്ന് പറയുന്നത്. ഫുൾ സ്ക്രീൻ മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രൗസറിന്റെ ടൂൾ ബാറുകള്, ടാബുകള്, വിലാസ ബാർ എന്നിവയെല്ലാം മറച്ചുകൊണ്ട് ആ വെബ്സൈറ്റിനെ മാത്രം പൂർണ്ണമായും സ്ക്രീനിൽ കാണാൻ സഹായിക്കുന്നവയാണ് ഫുൾ സ്ക്രീൻ മോഡുകൾ എന്ന് പറയുന്നത്. അടുത്തതാണ് ഡാർക്ക് മോഡ് അഥവാ നൈറ്റ് മോഡുകൾ. ഡാർക്ക് മോഡുകൾ അഥവാ നൈറ്റ് മോഡുകൾ കുറഞ്ഞ വെളിച്ചമുള്ള സാഹചര്യങ്ങളിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ കണ്ണുകൾക്ക് ആയാസം കുറയ്ക്കാൻ വേണ്ടിയാണ് എന്തുപയോഗിക്കുന്നത്? ഡാർക്ക് മോഡ് അഥവാ നൈറ്റ് മോഡ് ഉപയോഗിക്കുന്നത്. വെളുത്ത പശ്ചാത്തലത്തിന് പകരം ഇരുണ്ട പശ്ചാത്തലത്തിലായിരിക്കും ഉള്ളടക്കം കാണിക്കുന്നത്. അപ്പോൾ ഡാർക്ക് മോഡ് അല്ലെങ്കിൽ നൈറ്റ് മോഡിനകത്ത് എപ്പോഴും വെളുത്ത പശ്ചാത്തലത്തിന് പകരം ഇരുണ്ട പശ്ചാത്തലത്തിലായിരിക്കും ഉള്ളടക്കം കാണിക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ ഡാർക്ക് മോഡ് അല്ലെങ്കിൽ നൈറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? കുറഞ്ഞ വെളിച്ചമുള്ള സാഹചര്യങ്ങളിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ കണ്ണുകൾക്ക് ആയാസം കുറയ്ക്കാൻ വേണ്ടിയാണ് ഡാർക്ക് മോഡ് അഥവാ നൈറ്റ് മോഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെളുത്ത പശ്ചാത്തലത്തിൽ പകരം ഇരുണ്ട പശ്ചാത്തലത്തിലായിരിക്കും ഡാർക്ക് മോഡ് അല്ലെങ്കിൽ നൈറ്റ് മോഡിലെ ഉള്ളടക്കങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ടൊന്ന് ഓർക്കുക. HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇമേജ് ടാഗ് ആണ്. HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്? ഇമേജ് ടാഗ് ആണ്. അപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട HTMLുമായി ബന്ധപ്പെട്ട ടാഗുകൾ നമുക്ക് നോക്കാം. ഇത് പറയുന്ന സമയത്ത് സുഹൃത്തുക്കളെ ഈ ചിത്രം കൂടി ഒന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. ഇതിന്റെ സൈഡിൽ കിടക്കുന്ന ഇതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളണം. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യനകത്ത് വരുന്നത്. ആദ്യം നമുക്ക് നോക്കുവാനുള്ളത് പാരഗ്രാഫ് ടാഗ് ആണ്. എന്താണ് പാരഗ്രാഫ് ടാഗ്? കണ്ണികാരൂപത്തിൽ ഉള്ളടക്കം പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗാണ് പാരഗ്രാഫ് ടാഗ്. കണ്ണികാരൂപത്തിൽ ഉള്ളടക്കം പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ്? പാരഗ്രാഫ് ടാഗ് ആണ്.
അടുത്തതാണ് ആങ്കർ ടാഗ്. ചിത്രത്തിലൂടെ ശ്രദ്ധിച്ചോളണേ. ആങ്കർ ടാഗ്. ആങ്കർ ടാഗുകൾ ഉപയോഗിക്കുന്നത് മറ്റു വെബ് പേജുകളിലേക്കോ വെബ്സൈറ്റുകളിലേക്കോ മറ്റു ഭാഗങ്ങളിലേക്കോ ലിങ്കുകൾ നൽകാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന വെബ്സൈറ്റിൽ നിന്ന് മറ്റു വെബ് പേജുകളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു വെബ്സൈറ്റിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ് പേജിൽ തന്നെ മറ്റു ഭാഗങ്ങളിലേക്കോ കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്കുകൾ നൽകാൻ ഉപയോഗിക്കുന്ന ടാഗാണ് ആങ്കർ ടാഗ് എന്നറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആങ്കർ ടാഗ് ഓൾറെഡി PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആങ്കർ ടാഗ് എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് മറ്റൊരു വെബ് പേജിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു വെബ്സൈറ്റിലേക്കോ ഇല്ലെങ്കിൽ നമ്മുടെ വെബ് പേജിൽ തന്നെ മറ്റേതെങ്കിലും ഭാഗങ്ങളിലേക്കോ കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്കുകൾ നൽകാൻ ഉപയോഗിക്കുന്ന ടാഗാണ് ആങ്കർ ടാഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഹെഡ്ലൈൻ ടാഗ്. ഏതാണ്? ഹെഡ്ലൈൻ ടാഗ്. തലക്കെട്ടുകൾ നൽകാനാണ് ഈ ടാഗുകൾ ഉപയോഗിക്കുന്നത്. ഇതിൽ H1 ഏറ്റവും വലിയ തലക്കെട്ടും H6 ഏറ്റവും ചെറിയ തലക്കെട്ടിനെയുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ H1 to H6 അല്ലെങ്കിൽ ഹെഡ്ലൈൻ ടാഗ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? തലക്കെട്ടുകൾ നൽകാനാണ് നമ്മൾ ഇത്തരം ടാഗുകൾ ഉപയോഗിക്കുന്നത്. ഇതിൽ H1 എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തലക്കെട്ടും H6 എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ തലക്കെട്ടിനെയുമാണ് സൂചിപ്പിക്കുന്നത്. അടുത്തതാണ് അൺഓർഡേർഡ് ലിസ്റ്റ് ടാഗ്. ഓർത്തോളെ, അൺഓർഡേർഡ് ലിസ്റ്റ് ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രമമില്ലാത്ത ലിസ്റ്റുകൾ അല്ലെങ്കിൽ ബുള്ളറ്റ് പോയിന്റുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് അൺഓർഡേർഡ് ലിസ്റ്റ് ടാഗ് എന്ന് പറയുന്നത്. അൺഓർഡേർഡ് ലിസ്റ്റ് ടാഗ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ക്രമം ഇല്ലാത്ത ലിസ്റ്റുകൾ അല്ലെങ്കിൽ ബുള്ളറ്റ് പോയിന്റുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് അൺഓർഡേർഡ് ലിസ്റ്റ് ടാഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിവിഷൻ ടാഗ്. ഡിവിഷൻ ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു വെബ് പേജിന്റെ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാനും അവയെ CSS ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്യാനും ഉപയോഗിക്കുന്നതാണ് ഡിവിഷൻ ടാഗ്. ഓർത്തോളെ, എന്താണ് ഡിവിഷൻ ടാഗ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വെബ് പേജിലെ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാനും അവയിൽ CSS ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്യുവാനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് സ്പാൻ ടാഗ്. എന്താണ് സ്പാൻ ടാഗ്? സ്പാൻ ടാഗ് സമാനമായി ഉള്ളടക്കത്തിന്റെ ഒരു ചെറിയ ഭാഗം സ്റ്റൈൽ ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. ഇതൊരു ഇൻലൈൻ ലെവൽ ഘടകമാണ്. ഓർക്കുക, സ്പാൻ ടാഗ് എന്ന് പറഞ്ഞാൽ ഈ ടാഗിന് സമാനമായിട്ട് ഉള്ളടക്കത്തിന്റെ ഒരു ചെറിയ ഭാഗത്തെ സ്റ്റൈൽ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താ? ഇതൊരു ഇൻലൈൻ ലെവൽ ഘടകമാണ്. അടുത്തതാണ് ബ്രേക്ക് ടാഗ്. എന്താണ് ബ്രേക്ക് ടാഗ്? ഒരു പുതിയ ലൈൻ തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു ലൈൻ ബ്രേക്ക് ആയിട്ട് ഉപയോഗിക്കുന്നത് ആരെയും ചോദിച്ചാൽ അത് ബ്രേക്ക് ടാഗ് ആണ്. പുതിയൊരു ലൈൻ തുടങ്ങാൻ അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ലൈൻ ബ്രേക്ക് ആയിട്ട് ഉപയോഗിക്കുന്നത് ആരെയാണ്? ബ്രേക്ക് ടാഗ് ആണ്. അടുത്തതാണ് ഹൊറിസോണ്ടൽ റൂൾ ടാഗ്. എന്താ ഹൊറിസോണ്ടൽ റൂൾ ടാഗ് എന്ന് പറഞ്ഞാൽ ഒരു പേജിൽ തിരശ്ചീന വര അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഹൊറിസോണ്ടൽ റൂൾ ടാഗ് എന്ന് പറയുന്നത്. ഉള്ളടക്കങ്ങൾ വേർതിരിക്കാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഹൊറിസോണ്ടൽ റൂൾ ടാഗ് ആയിരിക്കും. ഓർത്തോണേ, എന്തിനാണ് ഹൊറിസോണ്ടൽ റൂൾ ടാഗ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ പേജിൽ ഒരു തിരശ്ചീന വര അഥവാ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാനാണ് ഹൊറിസോണ്ടൽ റൂൾ ടാഗ് ഉപയോഗിക്കുന്നത്. ഉള്ളടക്കങ്ങൾ വേർതിരിക്കാനാണ് സാധാരണയായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഹൊറിസോണ്ടൽ റൂൾ ടാഗ് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ഫോം ടാഗ്. എന്താണ് ഫോം ടാഗ്? ഉപഭോക്താക്കളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഫോമുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടാഗാണ് ഫോം ടാഗ് എന്നറിയപ്പെടുന്നത്. എന്താ ഫോം ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപഭോക്താക്കളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഫോമുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടാഗാണ് ഫോം ടാഗ് എന്ന് പറയുന്നത്. അപ്പോ ഇത്രയും ടാഗുകളെങ്കിലും സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോളാം. ഇതിലൊരു ടാഗ് ഉറപ്പായിട്ടും PSC അടുത്ത വരാൻ പോകുന്ന എക്സാമുകൾക്ക് ചോദിക്കും. ഒരു LAN അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ശരിയായ ഉത്തരം എന്താ സുഹൃത്തുക്കളെ? ഓപ്ഷൻ ബി, റൗട്ടറുകൾ അല്ലെങ്കിൽ റൂട്ടറുകളാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു LAN അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അത് റൗട്ടർ അല്ലെങ്കിൽ റൂട്ടർ ആണ്. ഇനി നമുക്ക് നോക്കാം ഇന്റർനെറ്റുമായിട്ട് ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. മോഡം. ഇന്റർനെറ്റിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ഉപകരണം മോഡമാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർനെറ്റിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ഉപകരണം ഏതാണ്? മോഡമാണ്. ഇന്റർനെറ്റ് സേവനദാതാവിൽ നിന്നുള്ള സിഗ്നലുകളെ കമ്പ്യൂട്ടറിനോ റൂട്ടറിനോ മനസ്സിലാക്കാൻ കഴിയുന്ന ഡിജിറ്റൽ ഡേറ്റയാക്കി മാറ്റുന്നത് മോഡമാണ്. അപ്പോൾ മോഡത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇന്റർനെറ്റ് സേവനദാതാവിൽ നിന്നുള്ള സിഗ്നലുകളെ കമ്പ്യൂട്ടറിനോ റൂട്ടറിനോ മനസ്സിലാക്കാൻ കഴിയുന്ന ഡിജിറ്റൽ ഡേറ്റയാക്കി മാറ്റുന്നത് ആരാണ്? മോഡമാണ്. അടുത്തതാണ് റൂട്ടർ. ആരാണ്? റൂട്ടർ. മോഡത്തിൽ നിന്ന് ലഭിക്കുന്ന ഇന്റർനെറ്റ് കണക്ഷൻ എല്ലാ ഉപകരണങ്ങളിലേക്കും വിതരണം ചെയ്യുന്നതാരെന്ന് ചോദിച്ചാൽ അത് റൂട്ടർ ആണ്.
മോഡത്തിൽ നിന്ന് ലഭിക്കുന്ന ഇന്റർനെറ്റ് കണക്ഷൻ എല്ലാ ഉപകരണങ്ങളിലേക്കും വിതരണം ചെയ്യുന്നത് ആരാണ്? റൂട്ടറാണ്. ഇത് നിങ്ങളുടെ ലോക്കൽ നെറ്റ്വർക്കിനും ഇന്റർനെറ്റിനും ഇടയിൽ ഒരു ഗേറ്റ് വേ ആയി പ്രവർത്തിക്കുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പ്രീവിയസ് ആയി PSC ചോദിച്ചതുമാണ്. അതായത് റൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ ലാനും ഇന്റർനെറ്റിനും ഇടയിൽ ഒരു ഗേറ്റ് വേ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അടുത്തതാണ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് അല്ലെങ്കിൽ വയർലെസ് അഡാപ്റ്ററുകൾ. നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡുകൾ അല്ലെങ്കിൽ വയർലെസ് അഡാപ്റ്ററുകൾ കമ്പ്യൂട്ടറുകൾക്കും മറ്റു ഉപകരണങ്ങൾക്കും ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡുകൾ അല്ലെങ്കിൽ വയർലെസ് അഡാപ്റ്ററുകൾ. അപ്പോൾ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡുകളും അല്ലെങ്കിൽ വയർലെസ് അഡാപ്റ്ററുകളും നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടറുകൾക്ക് മറ്റു ഉപകരണങ്ങൾക്കും ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നവയാണ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡുകളും അതുപോലെ തന്നെ വയർലെസ് അഡാപ്റ്ററുകളും. എന്താണ് നെറ്റ്വർക്ക് കേബിളുകൾ? മോഡം, റൂട്ടർ, കമ്പ്യൂട്ടറുകൾ, മറ്റ് നെറ്റ്വർക്ക് ഉപകരണങ്ങൾ എന്നിവയെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈഥർനെറ്റ് കേബിളുകളാണ് നെറ്റ്വർക്ക് കേബിളുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താ നെറ്റ്വർക്ക് കേബിളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡം, റൂട്ടർ, കമ്പ്യൂട്ടറുകൾ, മറ്റു നെറ്റ്വർക്ക് ഉപകരണങ്ങൾ എന്നിവയെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈഥർനെറ്റ് കേബിളുകൾ അറിയപ്പെടുന്ന പേരാണ് നെറ്റ്വർക്ക് കേബിളുകൾ എന്ന്. അടുത്തതാണ് സ്വിച്ച്. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് സ്വിച്ച്? സ്വിച്ചുകൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് വലിയ നെറ്റ്വർക്കുകളിലാണ്. ഓർത്തോളെ, വലിയ നെറ്റ്വർക്കുകളിലാണ് നമ്മൾ സ്വിച്ചുകൾ ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് സ്വിച്ചുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റൂട്ടറിലെ പോർട്ടുകളേക്കാൾ കൂടുതൽ ഉപകരണങ്ങളെ വയേർഡായി ബന്ധിപ്പിക്കേണ്ടി വരുമ്പോൾ സ്വിച്ചുകൾ ഉപയോഗിക്കുന്നു. അതായത് നമുക്കറിയാം നമ്മുടെ റൂട്ടറിൽ പോർട്ടുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. എന്നാൽ നമുക്ക് ഒരുപാട് ഉപകരണങ്ങളെ വയേർഡായിട്ട് ഒരു പോർട്ടിൽ കണക്ട് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? സ്വിച്ചുകൾ. നിങ്ങൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനുള്ളിലെ ഉപകരണങ്ങൾക്കിടയിൽ ഡാറ്റ കൈമാറ്റത്തിന് സഹായിക്കുന്നത് എപ്പോഴും ആരായിരിക്കും? സ്വിച്ചുകളായിരിക്കും. ഓർത്തോളെ, ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനുള്ളില് ഉപകരണങ്ങളെ തമ്മിൽ ഡാറ്റ കൈമാറ്റത്തിന് സഹായിക്കുന്നത് എപ്പോഴും ആരായിരിക്കും? സ്വിച്ച് ആയിരിക്കും. അപ്പൊ ഒന്നുകൂടി പറഞ്ഞു തരാം. എന്താണ് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂട്ടറിലെ പോർട്ടുകളേക്കാൾ കൂടുതൽ ഉപകരണങ്ങൾ വയേർഡ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്വിച്ചുകൾ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് എന്താ ഉപയോഗം എന്ന് ചോദിച്ചാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകൾക്കുള്ളിലെ ഉപകരണങ്ങൾക്കിടയിൽ ഡാറ്റ കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് സ്വിച്ചുകളാണ്. പിന്നെ സ്വിച്ചുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ നെറ്റ്വർക്കുകളിലാണ് സാധാരണയായിട്ട് സ്വിച്ചുകൾ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ഫയർവാള്. നിങ്ങളുടെ നെറ്റ്വർക്കിനെ ഇന്റർനെറ്റിൽ നിന്നുള്ള അനധികൃത പ്രവേശനത്തിൽ നിന്നും ക്ഷുദ്രകരമായ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ഫയർവാളുകൾ സഹായിക്കുന്നു. അപ്പോൾ എന്താ ഫയർവാളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റ്വർക്കിനെ ഇന്റർനെറ്റിൽ നിന്നുള്ള അനധികൃത പ്രവേശനത്തിൽ നിന്നും ക്ഷുദ്രമായ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കാനാണ് ഫയർവാളുകൾ ഉപയോഗിക്കുന്നത്. IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡിയാണ് സർട്ടിൻ എന്ന് പറയുന്നത്. സർട്ടിൻ അല്ലെങ്കിൽ നമുക്ക് പറയാം ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസിംഗ് ടീമാണ് കേട്ടോ. അപ്പോ IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി ഏതാണ്? സർട്ടിനാണ്, അഥവാ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ്. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം അഥവാ സർട്ട് ഇന്ത്യയുടെ സൈബർ സുരക്ഷാ സംഭവങ്ങളെ നേരിടുന്നതിനും തടയുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദേശീയ ഏജൻസിയാണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം അഥവാ സർട്ടിൻ എന്ന് പറയുന്നത്. ഓർക്കുക, ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങളെ നേരിടുന്നതിനും തടയുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദേശീയ ഏജൻസിയാണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം അഥവാ സർട്ടിൻ എന്ന് പറയുന്നത്. 2004 ജനുവരി 19 സർട്ടിൻ സ്ഥാപിതമായത്. 2004 ജനുവരി 19 സർട്ടിൻ സ്ഥാപിതമായത്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിലാണ് സർട്ടിൻ പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിലാണ് സർട്ടിൻ പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് സർട്ടിന്റെ പ്രധാന ചുമതലകളും ലക്ഷ്യങ്ങളുമാണ്. സർട്ടിന്റെ പ്രധാന ചുമതലകളും ലക്ഷ്യങ്ങളും: സൈബർ സുരക്ഷാ സംഭവങ്ങളെ കുറിച്ചുള്ള വിവരശേഖരണം. സൈബർ സുരക്ഷാ സംഭവങ്ങളെ കുറിച്ചുള്ള വിവരശേഖരണം, മുന്നറിയിപ്പുകളും പ്രവചനങ്ങളും നടത്തുക. സൈബർ മേഖലയിലെ മുന്നറിയിപ്പുകളും പ്രവചനങ്ങളും നടത്തുക. സൈബർ മേഖലയിൽ ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കുക. സൈബർ മേഖലയിലുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുക. സൈബർ മേഖലയിലെ പ്രതികരണ പ്രവർത്തനങ്ങളുടെ ഏകോപനം. സൈബർ മേഖലയിലെ പ്രതികരണ പ്രവർത്തനങ്ങളുടെ ഏകോപനം സാധ്യമാക്കുക.
സൈബർ മേഖലയിലെ മാർഗനിർദ്ദേശങ്ങൾ നൽകുക. സൈബർ മേഖലയിൽ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക. സൈബർ സുരക്ഷ വർദ്ധിപ്പിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്, സൈബർ സുരക്ഷ വർദ്ധിപ്പിക്കുക. വിവിധ മേഖലകളുമായി സഹകരിക്കുക. ഇത്രയുമാണ് സെർട്ടിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നത്. ഇൻപുട്ട് ഉപകരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻപുട്ട് ഉപകരണം ഇതിൽ ഏതാ? ഓപ്ഷൻ ഡി, സ്കാനർ ആണ് കേട്ടോ. ഇൻപുട്ട് ഉപകരണം ഏതാണ് ഇതിനകത്ത്? സ്കാനർ ആണ്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണം ഒന്ന് നോക്കാം. കീബോർഡ്, മൗസ്, സ്കാനർ, മൈക്രോഫോൺ, ടച്ച് സ്ക്രീൻ, ജോയിസ്റ്റിക്ക്, വെബ് ക്യാം, ലൈറ്റ് പെൻ, ബാർകോഡ് റീഡർ, ബയോമെട്രിക് ഉപകരണങ്ങള്, ഗ്രാഫിക്സ് ടാബ്ലറ്റ്. ഓർത്തോളനെ, നമ്മുടെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാ? കീബോർഡ്, മൗസ്, സ്കാനർ, മൈക്രോഫോൺ, ടച്ച് സ്ക്രീന്, ജോയിസ്റ്റിക്ക്, വെബ് ക്യാം, ലൈറ്റ് പെന്ന്, ബാർകോഡ് റീഡർ, ബയോമെട്രിക് ഉപകരണങ്ങൾ, ഗ്രാഫിക്സ് ടാബ്ലറ്റുകൾ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞിരിക്കുന്നതിൽ ഒരെണ്ണം നിങ്ങൾക്ക് ഓപ്ഷൻ ആയിട്ട് തരും PSC. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഒന്നുകൂടെ പറയാം. നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാ? കീബോർഡ്, മൗസ്, സ്കാനർ, മൈക്രോഫോണ്, ടച്ച് സ്ക്രീന്, ജോയിസ്റ്റിക്ക്, വെബ് ക്യാം, ലൈറ്റ് പെന്ന്, ബാർകോഡ് റീഡർ, ബയോമെട്രിക് ഉപകരണങ്ങൾ, ഗ്രാഫിക്സ് ടാബ്ലറ്റ്. താഴെ പറയുന്നവയിൽ ഏതാണ് വോളറ്റൈൽ മെമ്മറി? ഉത്തരം റാം ആണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ഏതാണ് വോളറ്റൈൽ മെമ്മറി എന്ന് ചോദിച്ചാൽ അത് റാം ആണ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന്റെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, സംഖ്യാ ഡാറ്റയും കണക്കുകൂട്ടലുകളും സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നതാണ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന്റെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? സംഖ്യാ ഡാറ്റയും കണക്കുകൂട്ടലുകളും സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ നമുക്ക് സ്പ്രെഡ്ഷീറ്റിന്റെ പ്രധാന ഉപയോഗങ്ങൾ നോക്കാം. സ്പ്രെഡ്ഷീറ്റിന്റെ പ്രധാന ഉപയോഗങ്ങൾ: ഡാറ്റാ സംഭരണവും ഓർഗനൈസേഷനും. ഡാറ്റാ സംഭരണവും ഓർഗനൈസേഷനും. കണക്കുകൂട്ടലുകൾ നടത്തുന്നതിന്. ഡാറ്റ വിശകലനം ചെയ്യുന്നതിന്. ചാർട്ടുകളും ഗ്രാഫുകളും നിർമ്മിക്കുന്നതിന്. അക്കൗണ്ടിങ്ങും ഫിനാൻസും ചെയ്യുന്നതിന്. പ്രോജക്റ്റ് മാനേജ്മെന്റിന്. ഡാറ്റ എൻട്രി ഓപ്പറേഷനുകൾക്ക്. റിപ്പോർട്ട് നിർമ്മാണത്തിന്. ലളിതമായ ഡാറ്റാബേസ് നിർമ്മാണത്തിന്. ഇത്രയുമാണ് സ്പ്രെഡ്ഷീറ്റ് പ്രധാനമായി ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി പറയാം. ഡാറ്റാ സംഭരണവും ഓർഗനൈസേഷനും, കണക്കുകൂട്ടലുകൾ നടത്തുന്നതിന്, ഡാറ്റ വിശകലനം ചെയ്യുന്നതിന്, ചാർട്ടുകളും ഗ്രാഫുകളും നിർമ്മിക്കുന്നതിന്, അക്കൗണ്ടിംഗ് ഫിനാൻസും ചെയ്യുന്നതിന്, പ്രോജക്റ്റ് മാനേജ്മെന്റിന്, ഡാറ്റ എൻട്രി പ്രവർത്തനങ്ങൾക്ക്, റിപ്പോർട്ട് നിർമ്മാണത്തിന്, ലളിതമായ ഡാറ്റാബേസ് നിർമ്മാണത്തിന്. സോഷ്യൽ മീഡിയയിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിന്റെ പുതിയ പേരെന്താണ്? മെറ്റ എന്നാണ്. സോഷ്യൽ മീഡിയയിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിന്റെ ഇപ്പോഴത്തെ പേരെന്താണ്? മെറ്റ എന്നാണ്. ഇനി പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങൾ ഏതാണ് ഡാറ്റ പാക്കറ്റുകളുടെ രൂപത്തിൽ കൈമാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റൂട്ടർ ആണ്. ഇനി പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ ഏതാണ് ഡാറ്റ പാക്കറ്റുകളുടെ രൂപത്തിൽ കൈമാറുന്നതെന്ന് ചോദിച്ചാൽ അത് റൂട്ടർ ആണ്. ഏത് മാൽവെയർ ആണ് അതിന്റെ ഡെവലപ്പർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം റാംസം വെയറുകളാണ് കേട്ടോ. ശ്രദ്ധിച്ചോളണേ. ഏത് മാൽവെയർ ആണ് അതിന്റെ ഡെവലപ്പർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ അത് റാംസം വെയറുകളാണ്. അപ്പോ നമ്മുടെ PSC സ്ഥിരം ചോദിക്കുന്ന കുറച്ച് മാൽവെയറുകളുണ്ട്. അവയെ പഠിച്ചു വെക്കണം. വെറുതെ അവയുടെ പേര് മാത്രം പഠിച്ചാൽ പോരാ, അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കൂടി നമ്മൾ പഠിച്ചു വെക്കണം. പ്രവർത്തനം അനുസരിച്ച് മാൽവെയറുകളുടെ സ്വഭാവം മാറും, അല്ലെങ്കിൽ തരം മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മാൽവെയറുടെ ഉദാഹരണം മാത്രം പഠിച്ചാൽ പോരാ. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്ന മാൽവെയർ ആണ് വൈറസ്. സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യാനും മറ്റ് പ്രോഗ്രാമുകളിലോ ഫയലുകളിലോ അറ്റാച്ച് ചെയ്യാനും കഴിവുള്ള മാൽവെയറുകളാണ് വൈറസുകൾ എന്നറിയപ്പെടുന്നത്. സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യാനും മറ്റു പ്രോഗ്രാമുകളിലോ ഫയലുകളിലോ അറ്റാച്ച് ചെയ്യാനും കഴിവുള്ള മാൽവെയറുകളെയാണ് വൈറസുകൾ എന്ന് പറയുന്നത്. എപ്പോഴും വൈറസുകൾക്ക് ഒരു സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന്റെയോ അല്ലെങ്കിൽ ഫയലുകളുടെയോ ആവശ്യമുണ്ട് കേട്ടോ. ഓർത്തോളനെ, നമ്മുടെ വൈറസുകൾക്ക് ഒരു കമ്പ്യൂട്ടറിലെ സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മിനിമം ഒരു പ്രോഗ്രാമിന്റെയോ അല്ലെങ്കിൽ ഒരു ഫയലിന്റെയോ ആവശ്യമുണ്ട്. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് വേം എന്ന് പറയുന്ന മാൽവെയർ.
വേം എന്ന് പറയുന്ന മാൽവെയറിന്റെ പ്രത്യേകത എന്താ? വൈറസുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേമുകൾക്ക് സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യാനും നെറ്റ്വർക്കിലൂടെ സ്വയം വ്യാപിക്കാനും കഴിയും. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഡേഞ്ചറസ് കേട്ടോ. വേമുകളുടെ പ്രത്യേകത എന്താണ്? വൈറസുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേമുകൾക്ക് സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അവൻ ഈസി ആയിട്ട് നെറ്റ്വർക്കിലൂടെ, ഇവയ്ക്ക് ഒരു ഹോസ്റ്റ് പ്രോഗ്രാമിന്റെ ആവശ്യമില്ല. അത് തന്നെയാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. വൈറസുകളെ കണക്ക് ഒരു ഹോസ്റ്റ് പ്രോഗ്രാം ഉപയോഗിച്ചല്ല ആര് പ്രവർത്തിക്കുന്നത്? നമ്മുടെ വേം പ്രവർത്തിക്കുന്നത്. വേം നമ്മളൊരു നെറ്റ്വർക്കിലോട്ട് കടത്തി വിട്ടു കഴിഞ്ഞാൽ അവൻ ആ എൻ്റയർ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളെയും അല്ലെങ്കിൽ സിസ്റ്റങ്ങളെയും ബാധിക്കും. അവന് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രോഗ്രാമിന്റെയോ ഫയലിന്റെയോ ആവശ്യമില്ല. ഇതാണ് വേമിന് നമ്മുടെ വൈറസിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്നത്. അടുത്തതാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്ന മാൽവെയർ. ഏതാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്ന മാൽവെയർ? ഇത് ഉപകാരപ്രദമായ ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപഭോക്താവിനെ പ്രേരിപ്പിക്കുന്ന ഒരു തരം മാൽവെയർ ആണ്. ഓർക്കണം, ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത് ഉപകാരപ്രദമായ ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപഭോക്താവിനെ പ്രേരിപ്പിക്കുന്ന ഒരു തരം മാൽവെയർ ആണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ ദിവസം നടന്ന ദേവസ്വം ബോർഡിലും ചോദിച്ചിരുന്നു. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ? ഉപകാരപ്രദമായ ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപഭോക്താവിനെ പ്രേരിപ്പിക്കുന്ന ഒരു തരം മാൽവെയർ ആണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് റാംസം വെയറുകൾ. എന്താണ് റാംസം വെയറുകൾ? ഉപഭോക്താവിന്റെ ഫയലുകൾ എൻക്രിപ്റ്റ് ചെയ്യുകയും അവ തിരികെ ലഭിക്കാൻ പണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു തരം മാൽവെയർ ആണ് റാംസം വെയറുകൾ. എന്താ റാംസം വെയറുകൾ എന്ന് പറഞ്ഞാൽ? ഉപഭോക്താവിന്റെ ഫയലുകൾ എൻക്രിപ്റ്റ് ചെയ്യുകയും അവ തിരികെ ലഭിക്കാൻ പണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു തരം മാൽവെയർ ആണ് റാംസം വെയറുകൾ. അടുത്തതാണ് സ്പൈവെയറുകൾ. ഉപഭോക്താവിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ അവരുടെ കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും വ്യക്തിഗത വിവരങ്ങൾ ശേഖരിച്ച് മൂന്നാം കക്ഷികൾക്ക് അയക്കുകയും ചെയ്യുന്ന മാൽവെയറുകൾ അറിയപ്പെടുന്ന പേരാണ് സ്പൈവെയറുകൾ എന്ന്. അപ്പോൾ എന്താ സ്പൈവെയർ എന്ന് പറഞ്ഞാൽ? ഉപഭോക്താവിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ അവരുടെ കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും വ്യക്തിഗത വിവരങ്ങൾ ശേഖരിച്ച് മൂന്നാം കക്ഷിക്ക് അയക്കുകയും ചെയ്യുന്ന മാൽവെയർ ആണ് സ്പൈവെയറുകൾ എന്ന് പറയുന്നത്. അടുത്തതാണ് ആഡ്വെയർസ്. എന്താണ് ആഡ്വെയർസ്? അനാവശ്യമായ പരസ്യങ്ങൾ കമ്പ്യൂട്ടറിൽ പ്രദർശിപ്പിക്കുന്ന മാൽവെയർ ആണ് ആഡ്വെയറുകൾ എന്ന് പറയുന്നത്. പോപ്പപ്പ് പരസ്യങ്ങള്, ബ്രൗസറിൽ പുതിയ ടൂൾ ബാറുകൾ ചേർക്കുക എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. അപ്പോൾ ആഡ്വെയറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അനാവശ്യമായ പരസ്യങ്ങൾ കമ്പ്യൂട്ടറിൽ പ്രദർശിപ്പിക്കുന്ന മാൽവെയറുകളാണ് ആഡ്വെയറുകൾ എന്ന് പറയുന്നത്. ഇവയുടെ പ്രധാനപ്പെട്ട പണി എന്തെന്ന് ചോദിച്ചാൽ പോപ്പപ്പ് പരസ്യങ്ങൾ കൊണ്ടുവരിക, അല്ലെന്നുണ്ടെങ്കിൽ ബ്രൗസറിൽ പുതിയ ടൂൾ ബാറുകൾ ചേർക്കുക എന്നിവയാണ് ആഡ്വെയറുകളുടെ പ്രധാന പണി എന്ന് പറയുന്നത്. അടുത്തതാണ് റൂട്ട് കിറ്റ്. നിങ്ങൾ അധികം കേട്ട് കാണൂല. റൂട്ട് കിറ്റ് ഒരു സിസ്റ്റത്തിൽ നുഴഞ്ഞു കയറിയ ശേഷം തങ്ങളുടെ സാന്നിധ്യം മറച്ചുവെച്ച് ആക്രമണകാരിക്ക് സിസ്റ്റത്തിന്റെ പൂർണ്ണ നിയന്ത്രണം നേടാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളുടെ കൂട്ടമാണ് റൂട്ട് കിറ്റ് എന്നറിയപ്പെടുന്നത്. ഏറ്റവും ഡേഞ്ചറസ് ആണ് കേട്ടോ ഈ റൂട്ട് കിറ്റുകൾ, ഓർത്തോളണേ. അപ്പോൾ എന്താണ് റൂട്ട് കിറ്റുകൾ എന്ന് പറഞ്ഞാൽ? ഒരു സിസ്റ്റത്തിൽ നുഴഞ്ഞു കയറിയ ശേഷം തങ്ങളുടെ സാന്നിധ്യം മറച്ചു വെച്ചുകൊണ്ട് ആക്രമണകാരിക്ക് സിസ്റ്റത്തിന്റെ പൂർണ്ണ നിയന്ത്രണം നേടാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളുടെ കൂട്ടം അറിയപ്പെടുന്ന പേരാണ് റൂട്ട് കിറ്റ് എന്നുള്ളത്. അടുത്തതാണ് കീ ലോഗർ. നമ്മൾ എല്ലാവരും കേട്ടു കാണും കീ ലോഗർ. ഉപഭോക്താവ് കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന ഓരോ കീ സ്ട്രോക്കും റെക്കോർഡ് ചെയ്യുന്ന മാൽവെയർ ആണ് കീ ലോഗർ എന്നറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും പാസ്വേഡുകൾ കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മോഷണത്തിന് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീ ലോഗറുകളാണ് കേട്ടോ. അപ്പോൾ എന്താ കീ ലോഗറുകൾ എന്ന് ചോദിച്ചാൽ ഉപഭോക്താവ് കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന ഓരോ കീ സ്ട്രോക്കുകളും റെക്കോർഡ് ചെയ്യുന്ന മാൽവെയർ ആണ് കീ ലോഗർ എന്നറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും കീ ലോഗർ ഉപയോഗിക്കുന്നത് പാസ്വേഡ് തെഫ്റ്റിനാണ്, ഓർക്കുക. അടുത്തതാണ് ബോട്ട് നെറ്റ്. ഇത് നിങ്ങൾ കേട്ട് കാണത്തില്ല. ബോട്ട് നെറ്റ് മാൽവെയർ ബാധിച്ച കമ്പ്യൂട്ടറുകളുടെ ഒരു വലിയ ശൃംഖലയെ വിളിക്കുന്ന പേരാണ് ബോട്ട് നെറ്റ് എന്ന്. എന്താ ബോട്ട് നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൽവെയർ ബാധിച്ച കമ്പ്യൂട്ടറുകളുടെ ഒരു വലിയ ശൃംഖലയാണ് ബോട്ട് നെറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഒരു ആക്രമണകാരിക്ക് ഈ കമ്പ്യൂട്ടറുകളുടെ വിദൂരമായി നിയന്ത്രിക്കാൻ കഴിയും. അപ്പോൾ ഒരു ബോട്ട് നെറ്റിലുള്ള കമ്പ്യൂട്ടറുകളെ ഒരു ആക്രമണകാരിക്ക് എത്ര വിദൂരമായിട്ടിരുന്ന് വേണമെങ്കിലും നിയന്ത്രിക്കാൻ കഴിയും. അടുത്തതാണ് ക്രിപ്റ്റോ ജാക്കിങ്. ഇതും നിങ്ങൾ കേട്ട് കാണത്തില്ല. ക്രിപ്റ്റോ ജാക്കിങ് ഉപഭോക്താവിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ അവരുടെ കമ്പ്യൂട്ടറിന്റെ പ്രോസസിംഗ് പവർ ഉപയോഗിച്ച്
ക്രിപ്റ്റോ കറൻസി മൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മാൽവെയർ ആണ് ക്രിപ്റ്റോ ജാക്കിംഗ് എന്ന് പറയുന്നത്. ഇക്കാലത്ത് ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ക്രിപ്റ്റോ ജാക്കിംഗ് എന്ന് പറയുന്നത്. ഇതെന്താണ് സംഭവം? ഉപഭോക്താവിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ അവര് കമ്പ്യൂട്ടറിന്റെ പ്രോസസിംഗ് പവർ ഉപയോഗിച്ച് ക്രിപ്റ്റോ കറൻസി മൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മാൽവെയറിനെ വിളിക്കുന്ന പേരാണ് ക്രിപ്റ്റോ ജാക്കിംഗ് എന്ന്. എന്താണ് ക്രിപ്റ്റോ ജാക്കിംഗ് എന്ന്? ഇത്രയുമായിരുന്നു 2025 ചോദിച്ച IT സൈബർ ലാ മേഖലയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സുഹൃത്തുക്കളെ ഈ ചോദ്യങ്ങളെല്ലാം. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ആവട്ടെ, LD എക്സാം ആവട്ടെ, ഇവയുടെ IT ആൻഡ് സൈബർ ലായുടെ ക്വസ്റ്റ്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു ചോദ്യം നമ്മൾ ആരും കേൾക്കാത്തതായിരിക്കും, പക്ഷെ ബാക്കിയുള്ള 4 ചോദ്യങ്ങൾ പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ച ചോദ്യങ്ങൾ അതുപോലെ എടുത്തിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുകയും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കി വെക്കുകയും ചെയ്യുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.